ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എൻട്രി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ എക്സാം, അതുപോലെ തന്നെ നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ ഇലക്ട്രീഷ്യൻ, പോലീസ് കോൺസ്റ്റബിൾ, ട്രേഡ്സ്മാൻ എക്സാം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് 46/2024 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കോഡ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊരു ഡിസ്കഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, അതിൻ്റെ ഒരു പ്രീവിയസ് അല്ലെങ്കിൽ ഒരു PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊഫഷണൽ ആൻസർ കീയോട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് 046/2024 എന്ന ക്വസ്റ്റ്യൻ കോഡിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്കൊന്ന് ചെയ്യാം അല്ലേ. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പ്രകാരം നമ്മളിപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ കോഡത്തിൽ എങ്ങനെയൊക്കെ വന്നു, എങ്ങനെയൊക്കെയാണ് നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാമോ ലാസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്, എത്രത്തോളം ചാൻസ് ഉണ്ട്, കാരണം കുറേ എക്സാംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രീഷ്യൻ ഓവർസിയർ ഗ്രേഡ് 2 ഓർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്, സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഉണ്ട്, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ഉണ്ട്. അതിന് വേക്കൻസി ഉള്ള 2 പോസ്റ്റ് ആയിരുന്നു, ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നതും ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് അല്ലേ. 2 അത്യാവശ്യം വേക്കൻസി ഉള്ളായിരുന്നു. അതുപോലെ കുറച്ച് പേര് എക്സാം എഴുതിയ ഒരു എക്സാമാണ്. ഇപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000 മീതെ 12,000 ആൾക്കാർ എഴുതിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ടല്ല കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 7,000 എബോ ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ഒരു എക്സാം ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു എത്ര കട്ട് ഓഫ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം, ഓടിച്ച് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്, എന്തൊക്കെ മിസ്റ്റേക്സ് ആണ്, പ്രൊഫഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം എന്താ പറയുന്നത്, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഇലക്ട്രിക് ചാർജ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ, നമ്മുടെ കോഡ് പ്രകാരം, ക്വസ്റ്റ്യൻ കോഡ് പ്രകാരം എ കോഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. എ കോഡ് പ്രകാരം അല്ലേ, എ കോഡ് പ്രകാരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എ കോഡുള്ളവർക്ക് അത് നോക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മറ്റുള്ളവർ ഒന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളുള്ള ക്വസ്റ്റ്യൻസും കൂടി എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ എ കോഡ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഇലക്ട്രിക് ചാർജ് എന്നാണ് അല്ലേ. ചാർജ് ഈസ് ഈക്വൽ ടു കറന്റ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇത് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 1.602 × 10⁻⁻19 കൂളോം. പിന്നെ ചാർജ് ഈസ് ഈക്വൽ ടു കറന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ചാർജ് ഈസ് ഈക്വൽ ടു കറന്റ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, കാരണം നമ്മൾ എഴുതുന്ന ഇക്വേഷൻ അങ്ങനെ തന്നെയാണ്. Q ഈസ് ഈക്വൽ ടു I × T എന്നാണ് നമ്മൾ എഴുതാറ് അല്ലേ. I × T എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ I എന്ന് പറയുന്നത് എന്താണ്, കറന്റ് ആണ്. I × T എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിലേഷൻ എന്താണ്, കറക്റ്റ് ആണ് നമുക്ക് പറയാം. അപ്പോൾ അവിടെ ചാർജ് കറന്റ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. AH എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ, അല്ലെങ്കിൽ ആംബിയർ സെക്കൻഡ്, അതാണ് നമ്മൾ കൂളോം എന്നായിട്ട് പറയുന്നത് അല്ലേ. പിന്നീട് ഇവിടെ ചാർജ് ദ ഇലക്ട്രിക് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 1.602 × 10⁻⁻19 കൂളോം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇവിടെ ശരിക്കും ഇലക്ട്രോണിന്റെ ചാർജ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇലക്ട്രോണിന്റെ ചാർജ് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പോസിറ്റീവ് നെഗറ്റീവ് ഉൾപ്പെടുത്തണം എന്നുള്ളത്. നമ്മൾ ഇലക്ട്രോണിന്റെ ചാർജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, നമുക്ക് ഇതാവുന്നതാണ്. അപ്പോൾ അതിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡാണ് സാധാരണ നമ്മൾ പല ഇതിലും കാണാറുണ്ട്. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് 1.602 × 10⁻⁻. രണ്ടും കമ്പയർ ചെയ്ത് പറയുമ്പോൾ, ഇലക്ട്രോണും പ്രോട്ടോണും കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയുകയും ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്കൊരു PSCയുടെ ഭാഗത്തു നിന്നുള്ള ആൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലി 1 and 2 എന്നുള്ള ആൻസർ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതായത് 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 1 ആണെങ്കിലും 2 ആണെങ്കിലും നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് തന്നെ പറയാവുന്നതാണ്, കാരണം ഒരു ചാർജ് ഇലക്ട്രോണിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുമ്പോൾ. ഇനി നമുക്ക് വേണമെങ്കിൽ അത് ഇതാക്കാവുന്നതാണ്, കാരണം അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും കൊടുത്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതുമാണ്. എന്നാൽ അത് തെറ്റുള്ളൊരു ആൻസർ ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മാഗ്നിറ്റ്യൂഡ് അവിടെ പറയുന്നത് കൊണ്ട്. മാഗ്നിറ്റ്യൂഡ് കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സോറി, ആ ഒരു എത്രയാണ് അതിന്റെ വാല്യൂ എന്നുള്ളത്, മാഗ്നിറ്റ്യൂഡ് അല്ല, എത്രയാണ് വാല്യൂ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇത്ര കൂളം എന്നാണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 1.602 തന്നെയാണ് വരുന്നത്. അതിന്റെ ചാർജിൽ പറയുമ്പോൾ അതിന്റെ ഇത് പറയണം, അതിന്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പറയണം എന്നുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓൺലി 1 and 2 ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ PSC ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിൽ നമുക്ക് വരുന്നതല്ല.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ചാർജ് ഈസ് ഈക്വൽ ടു കറന്റ് ഡിവൈഡ് ബൈ ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് കറന്റും ടൈമും നമ്മൾ ഡിവൈഡ് ആയിട്ടല്ല വരുന്നത്, മൾട്ടിപ്ലൈ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കാം അല്ലെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയിട്ടും എടുക്കാം. അപ്പോൾ ഓൺലി 1 and 2 ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് സോൾഡറിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ് ഓഫ് സോൾഡർ അലോയ്സ് ആർ ടിൻ ആൻഡ് ലെഡ്. ഇപ്പൊ നമുക്കറിയാമോ, നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ തന്നെ നോക്കി പോവാം. മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് ടിന്നും ലെഡും ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം ടിന്നും ലെഡും ആണ് അല്ലെ. ഇപ്പൊ ഫൈൻ സോൾഡർ ആണെങ്കിലും ഇലക്ട്രീഷ്യൻ സോൾഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സോൾഡർ പറയുമ്പോൾ ടിന്നും ലെഡും കൂടിയിട്ടാണ്. ഈ സോൾഡർ എന്ന് പറയുന്നതിനെ അലോയ് എന്ന് പറയുന്നത് എന്താണ്, സോൾഡർ എന്ന് പറയുന്ന അലോയ് എന്ന് പറയുന്നതിനെ ടിന്നും ലെഡും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് സോൾഡർ ഉണ്ടാവുന്നത് അല്ലെ. ടിന്ന് പ്ലസ് ലെഡ് ആണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയാം. രണ്ടാമത്തത്, സിൽവർ ബേസ്ഡ് സോൾഡേഴ്സ് ആർ യൂസ്ഡ് ടു ക്യാരി ഔട്ട് ദ സോൾഡറിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ സോൾഡർ ചെയ്യുമ്പോൾ സിൽവർ ബേസ്ഡ് സോൾഡേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്താണ്, ഒന്നുകൂടി ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ സിൽവർ ബേസ്ഡ് ആയിട്ടുള്ള സോൾഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തത്, ഫ്ലക്സ് ക്യാൻ നോട്ട് ബി റിമൂവ് ഡെഡ് ഓർ ഗ്രീസ് ബട്ട് റിമൂവ്സ് ദ ഓക്സൈഡ് ലെയർ എന്നാണ് പറയുന്നത്. ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഡേട്ടോ അല്ലെങ്കിൽ ഗ്രീസോ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതല്ല. നമ്മൾ ഒരു ബോർഡിനകത്തോ അല്ലെങ്കിൽ വയറിനകത്തോ പറ്റി പിടിച്ചുള്ള ഡേട്ടോ ഗ്രീസോ ഒന്നും എന്ത് ചെയ്യുക റിമൂവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അതൊരു ഓക്സൈഡ് ലെയറിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റിമൂവ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ 1, 2, 3 എന്ന് പറയുന്ന 3 സ്റ്റേറ്റ്മെന്റും ഇതിൽ കറക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ 1, 2 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാം അല്ലെ. അപ്പൊ അത് പ്രീവിയസ് PSC ആൻസറും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നിക്രോം വയർ ഓഫ് 10 cm ലെങ്ത് ആൻഡ് 2 mm ഡയമീറ്റർ ആസ് എ 2 watt റെസിസ്റ്റൻസ്. 2 watt അല്ലെ, 2 ohm തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് ആണ്. 2 ohm റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഇഫ് 30 cm ഓഫ് ദ സെയിം വയർ യൂസ്ഡ് അസ്യൂമിങ് ടെമ്പറേച്ചർ ടു ബി കോൺസ്റ്റന്റ്. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പക്ക നമുക്ക് റെസിസ്റ്റൻസ് ലോ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. റെസിസ്റ്റൻസ് ലോ പ്രകാരം ഇവിടെ നമുക്ക് 10 cm ലെങ്ത് ഉള്ളപ്പോൾ 2 mm ഡയമീറ്റർ, 10 cm ലെങ്ത് ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 10 cm ആണെന്ന് പറഞ്ഞു അല്ലെ. 10 cm ലെങ്ത്തും ആൻഡ് എന്ത് ചെയ്തു നമ്മളെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 mm ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 2 mm ആണ് തന്നിട്ടുള്ളത്. അപ്പൊ 10 cm ലെങ്ത് ഉണ്ട്, 2 mm ഡയമീറ്റർ ഉണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള പ്രകാരം റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് എത്രയാണ്, 2 ohm ആണ് ആറായിട്ട് തന്നിട്ടുള്ളത് അല്ലെ. 2 ohm ആണ് തന്നിട്ടുള്ളത്. അപ്പൊ 2 ohm റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള പ്രകാരം നമ്മൾ 10 അതായത് ഈ 10 cm ഉള്ളത് 30 cm ആയിട്ട് മാറുകയാണ് അല്ലെ. 30 cm ആയിട്ട് മാറ്റുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്തിന് എന്ത് മാറ്റം വന്നു, 3 മടങ്ങ് മാറ്റം വന്നു അല്ലെ. ലെങ്ത്തിന് 3 മടങ്ങ് മാറ്റം വരികയാണ് ചെയ്തിട്ടുള്ളത്. 3 times മാറ്റം വരികയാണ് ചെയ്തിട്ടുള്ളത്. ലെങ്ത് 3 മടങ്ങ് മാറ്റം വന്നു. അപ്പൊ ലെങ്ത്തിന് 3 മടങ്ങ് മാറ്റം വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസിന്റെ ലോ പ്രകാരം ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡയമീറ്ററിന്റെ കേസിൽ പിന്നെ മാറ്റം വന്നതായിട്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡയമീറ്റർ കേസ് ഒഴിവാക്കാം. ആൻഡ് റെസിസ്റ്റൻസിന്റെ കേസിൽ ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെന്ന് പറയുന്നത് നമ്മൾ ഡയമീറ്റർ ഒഴിവാക്കി. ആ 3 മടങ്ങ് മാറ്റം വരുമ്പോൾ 3 മടങ്ങ് എന്ത് ചെയ്യും, റെസിസ്റ്റൻസിനും മാറ്റം വരും. അതുകൊണ്ട് ഇപ്പൊ 2 ohm ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് പിന്നീട് എന്തായിട്ട് മാറും, 6 ohm ആയിട്ട് മാറും അല്ലെ. 6 ohm ആയിട്ട് മാറും. അപ്പൊ ആൻസർ എത്ര കിട്ടുന്നുണ്ടായിരിക്കുക, 6 ohm ആയിരിക്കും നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. ആൻസർ കീഴിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ യൂണിറ്റ്സ് ഓഫ് വോൾട്ടേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ യൂണിറ്റ്സ് ഓഫ് വോൾട്ടേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് വോൾട്ട് നമുക്കറിയുന്നതാണ്. ഒന്നാമത്തത് വോൾട്ട് എന്ന് പറയുന്നത് യൂണിറ്റ് ആണ് അല്ലെ. പിന്നെ എത്ര വെബർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെബർ പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്. പിന്നീട് എന്താണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് പറയുന്നത്. അപ്പോൾ വെബർ പെർ സെക്കൻഡ് നമുക്ക് നോക്കാം. വെബർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ നമുക്ക് EMFന്റെ ഒരു ഇക്വേഷൻ അറിയാം അല്ലെ. നമ്മളെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം നമ്മൾ പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, -N/d∅/dt എന്ന് പറയുന്നത് അല്ലെ. -N/d∅/dt എന്ന് പറയുന്നത്. -N/d∅/dt പ്രകാരം നമുക്ക് അവിടെ നോക്കുമ്പോൾ d∅/dt അതായത് ഫ്ലക്സ് ഡിവൈഡ് ബൈ ടൈം ആണ് വരുന്നത് അല്ലെ. ഫ്ലക്സ് ഡിവൈഡ് ബൈ ടൈം ആണ് വരുന്നത്. ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്, വെബർ ആണ്. അതിന്റെ ടൈമിന്റെ യൂണിറ്റ് എന്താണ്, സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ EMFന് എന്ന് പറയുന്നത് ആ ഒരു EMFന്റെ ഇതായിട്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് ആയിട്ട് പറയാം വെബർ പെർ സെക്കൻഡ് ആണെന്ന് പറയാം. അപ്പൊ വെബർ പെർ സെക്കൻഡ് നമുക്ക് വോൾട്ടേജിനെ യൂണിറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വോൾട്ടും വെബർ പെർ സെക്കൻഡും ആണ് വരുന്നുണ്ടാവുക.
അവിടെ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ബി അല്ലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ, അതായത് വെബർ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് പെർ ഏരിയ എന്നുള്ള യൂണിറ്റ് ആണ് നമുക്ക് അവിടെ വരുന്നത്, അതായത് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് അല്ല, അത് നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് മൂന്നാമതായിട്ട് വരുന്നത്. അപ്പൊ 1 ഉം 2 മാത്രമാണ് വരുന്നത്. 1 ഉം 2 വരുന്നത് ഏതാണ്? ഓൺലി ഓപ്ഷൻ ബി ആണ് അല്ലെ, ഓൺലി 1 and 2. അത് തന്നെയാണ് PSCയുടെയും ആൻസർ കീ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ റീസൺസ് ഫോർ വൈഡ്ലി യൂസ്ഡ് കോപ്പർ ആസ് എ കണ്ടക്ടർ ദാൻ സിൽവർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കോപ്പർ ആസ് മോർ കണ്ടക്ടിവിറ്റി ദാൻ സിൽവർ എന്ന് പറഞ്ഞിട്ടുണ്ട്, കോപ്പർ ഇസ് ചീപ്പർ ദാൻ സിൽവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത് കോപ്പർ ആസ് മോർ കണ്ടക്ടിവിറ്റി ദാൻ സിൽവർ എന്നാണ്. കോപ്പറിന് കണ്ടക്ടിവിറ്റി കൂടുതലാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിൽവർ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് കോപ്പർ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ കോപ്പറിന് കണ്ടക്ടിവിറ്റി സിൽവറിനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കോപ്പറിനേക്കാൾ കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയൽ, അതായത് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽ ആണ് എന്ത് ചെയ്യുന്നത്? സിൽവർ എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽ ആണ് സിൽവർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രകാരം ആൻസർ എന്താണ്? തെറ്റാണ്. സിൽവറിനല്ല കണ്ടക്ടിവിറ്റി കൂടുതലായിട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ആൻസർ എന്താണ്? തെറ്റായിട്ട് നമുക്ക് വരുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ സിൽവർ എന്ന് പറയുന്ന ആൻസർ നമുക്ക്, അല്ലെങ്കിൽ സിൽവറിനല്ല കോപ്പറിനാണ് കണ്ടക്ടിവിറ്റി കൂടുതൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് പറയാം? തെറ്റാണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കോപ്പർ ഈസ് ചീപ്പർ ദാൻ സിൽവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ എക്കണോമിക്കൽ ഫാക്ടർ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ നമുക്ക് ശരിയായിട്ട്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായിട്ട് വരുന്നതാണ്. അപ്പോൾ 1 ഉം 2 സ്റ്റേറ്റ്മെന്റ് തന്നാൽ കോപ്പർ ഹാസ് മോർ കണ്ടക്ടിവിറ്റി ദാൻ സിൽവർ എന്ന് പറയുന്നത് തെറ്റും, രണ്ടാമത്തെ കോപ്പർ ഈസ് ചീപ്പർ ദാൻ സിൽവർ എന്ന് പറയുന്നത് ശരിയുമാണ്. അപ്പോൾ ആൻസർ കീഴിൽ നമുക്ക് 1 തന്നെയാണ്, ഓൺലി 2 ആണ് വരുന്നുണ്ടാവുക സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസുലേഷൻ മെറ്റീരിയൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസുലേഷൻ മെറ്റീരിയൽ. ഇൻസുലേഷൻ മെറ്റീരിയലിന്റെ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാമത്തത് ഹൈ ഡൈലക്ട്രിക് സ്ട്രെങ്ത്, രണ്ടാമത്തത് ലോ ഡൈലക്ട്രിക് സ്ട്രെങ്ത് അല്ലേ. അപ്പോൾ ഹൈ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ആണ് നമുക്ക് ഇൻസുലേഷൻ മെറ്റീരിയലിൽ വേണ്ടതെന്ന് അറിയാം. ഒരിക്കലും ലോ ഡൈലക്ട്രിക് സ്ട്രെങ്ത് വരാൻ പാടില്ല. പിന്നെ എന്താ പറയുക, ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. കാരണം ഇൻസുലേഷൻ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കണ്ടക്ടർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വയറുകൾ എന്ത് ചെയ്യണം, അതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം അല്ലെ. അപ്പൊ ഒന്നാമത്തതും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓൺലി 1 and 3 ആണ് ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി 1 and 3 ആണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് സെമി കണ്ടക്ടേഴ്സ് ആണ് അല്ലെ. സെമി കണ്ടക്ടേഴ്സ് കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞുള്ളത്. സെമി കണ്ടക്ടറിന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് സിലിക്കൺ ജെർമേനിയം കാർബൺ സെമി കണ്ടക്ടർ പോസിറ്റീവ് അല്ല, നെഗറ്റീവ് കോഫിഷ്യന്റ് ആണ് അല്ലെ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാം കേട്ടോ. സെമി കണ്ടക്ടേഴ്സ് ഓഫ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എന്നാണ് പറഞ്ഞുള്ളത്. സെമി കണ്ടക്ടേഴ്സ് എന്താണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണ് അല്ലെ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് MTC ആണ് വരുന്നത്. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, സെമി കണ്ടക്ടറിനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്താണ്? കുറയാണ് ചെയ്യുക അല്ലെ, റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. അപ്പൊ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ സിലിക്കൺ ജെർമേനിയം ആൻഡ് കാർബൺ ആർ എക്സാമ്പിൾസ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അപ്പൊ സെമി കണ്ടക്ടർ മെറ്റീരിയൽ നോക്കുമ്പോൾ സിലിക്കൺ ജെർമേനിയം നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം സിലിക്കൺ ജെർമേനിയം നമുക്ക് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ കാർബണിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതും ഒരു വാലൻസ് ഇലക്ട്രോൺ ആയിട്ടുള്ള 4 ഇലക്ട്രോൺസ് വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. നമ്മൾ സാധാരണ സെമി കണ്ടക്ടർ യൂസിന് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും കാർബൺ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ ആയിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ കാറ്റഗറിയിൽ ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഇതായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആൻസർ ആയിട്ട് എടുക്കാം. ഓപ്ഷൻ 2 നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് എടുക്കാം. അല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് കാർബൺ അല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ അത് നമുക്ക് മറ്റുള്ള മെറ്റീരിയൽസിന്റെ കൂടെ പറയുമ്പോൾ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ വലിയൊരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കാർബണ്. നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന്റെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സിലിക്കൺ ജെർമേനിയത്തിനെ കൂടെ എന്ത് ചെയ്യാം, എടുത്തിട്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലും പറയാം. അപ്പൊ ഓപ്ഷൻ 2 എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ തന്നെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാർബണ് വരുന്നത്. പിന്നെ അവിടെ എന്താണ്, വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആർ നോർമലി 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സെമി കണ്ടക്ടറിന്റെ 4 തന്നെയാണ് വരുന്നത്. മറ്റ് കണ്ടക്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 to 3 ആണ്, ഇൻസുലേറ്റർ ആണെങ്കിൽ 5 to 8 ഒക്കെയാണ് വരുന്നത് നമുക്കറിയാം അല്ലെ. അപ്പോൾ സെമി കണ്ടക്ടറിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരുന്നുണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും 2ഉം 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും ആണ് വരുന്നത്. അപ്പോൾ ഓൺലി 2 and 3 ഓപ്ഷൻ ഡി ആയിരിക്കും. 1 and 3 അല്ലെ, 1 and 3 ആണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്.
അത് തെറ്റാണ് കേട്ടോ. 1 and 3 അല്ല, 2 and 3 ആണ്. നമ്മൾ ആൻസർ ക്യൂലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. 2 and 3 ആണ് എന്തിന് ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സെമി കണ്ടക്ടർ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഷ്യന്റ് അല്ല, 2 and 3 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഇതിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 and 3 ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 and 3 കേട്ടോ, അത് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is or are correct regarding resistivity? The unit of resistivity is Siemens per meter and resistivity does not depends of the size of the conductor. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് സീമൻ പെർ മീറ്റർ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നമ്മൾ എങ്ങനെ പറയാം? ഓം മീറ്റർ എന്നാണ് പറയുന്നത് അല്ലേ, ഓം മീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓം മീറ്റർ എന്ന് പറയുന്നതാണ് ശരിക്കും റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ഈ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എങ്ങനെ പറയുന്നത്? മോപ്പർ മീറ്റർ എന്നാണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് അല്ലെ. മോപ്പർ മീറ്റർ ആണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ മോ എന്ന് പറയുന്നതിന് ഉപയോഗിക്കാവുന്ന മറ്റൊരു യൂണിറ്റ് ആണ് സീമൻ എന്ന് പറയുന്നത്. അത് കാരണം കണ്ടക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്ന കണ്ടക്ടൻസിന് ഉപയോഗിക്കുന്ന മീറ്റർ ആണ് യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? സീമൻ എന്ന് പറയുന്നത്. അപ്പൊ സീമൻസ് പെർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. അപ്പൊ ദി യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് സീമൻസ് പെർ മീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും എന്തിന്റെ യൂണിറ്റ് ആണ്? കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് അല്ലെ, കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത് റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ കണ്ടക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും നമ്മളറിയാം സൈസിന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആ ലെങ്ത് കൂടുകയാണെങ്കിലോ ഇത് കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേത് ഷേപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റിവിറ്റിയിൽ മാറ്റം വരുന്നില്ല. റെസിസ്റ്റൻസിലാണ് മാറ്റം വരുന്നത്, റെസിസ്റ്റിവിറ്റിയിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നുണ്ടാവും അല്ലെ. മെറ്റീരിയലിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്, മെറ്റീരിയൽ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഇത് എന്താണ് നമ്മൾ ആൻസർ ശരിയായിട്ട് വരുന്നതാണ്. കാരണം റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ കണ്ടക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ ശരിക്കും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. പക്ഷെ PSC പറഞ്ഞിട്ടുള്ളത് ഓൺലി ബോത്ത് 1 and 2 ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തെറ്റാണ്. കാരണം നമ്മൾ പറഞ്ഞു ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഒരിക്കലും സീമൻസ് പെർ മീറ്റർ വരില്ല, ഓം മീറ്റർ ആണ് വരുന്നത്. അത് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഓൺലി 2 ആണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി 2 ആണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. ഓൺലി 2 ആണ് വരുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 60 SWG വയർ ഹാസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 2 mm സ്ക്വയർ ആണ്, ആണ് വന്നിട്ടുള്ളത്, വിത്ത് എ കറന്റ് ഓഫ് കപ്പാസിറ്റി ഓഫ് 5 ആംപിയർ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം നോക്കാം. ഒരു 16 SWGന്റെ വയറാണ് അല്ലെ, 16 സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അപ്പൊ ഇത് ശരിക്കും കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജിന്റെ ഒരു കൺസെപ്റ്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. 16 SWG വയറാണ്. അതിൽ 2 mm സ്ക്വയർ ആണ് അതിന്റെ ലെങ്ത്, അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ വരുന്നത്. ആൻഡ് 5 ആംപിയർ ആണ് അതിന്റെ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം നോക്കാം 60 SWG അല്ലേ വയർ വരുന്നത്. അപ്പൊ 60 SWG വയർ ആകുമ്പോൾ SWG അനുസരിച്ച് നമുക്ക് 0 to 36 ആണ് SWG നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. 0 to 36 ആണ് വരുന്നത്. അപ്പൊ അതിനകത്ത് 0 ഏറ്റവും വലുതും ആൻഡ് SWG എന്ന് പറയുന്നത് ഏറ്റവും ചെറുതും. ഇങ്ങനെയാണല്ലോ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. 0 ഏറ്റവും വലുതാണ്, SWG പ്രകാരം 36 ചെറുതാണ്. അപ്പൊ ഇവിടെ നമുക്ക് 0 നിന്ന് 36 പോകുമ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മളോട് തരാനായിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പിന്നെ തന്നിട്ടുള്ളത്. അപ്പൊ 16 SWG ഉള്ള വയറിന്ന് നമ്മളെ SWG പിന്നീടായിട്ട് മാറുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം എല്ലാത്തിലും 18 SWG ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എല്ലാത്തിലും 18 SWG ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ 18 SWG വരുമ്പോൾ അതായത് നമ്മളെ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോൾ ഓപ്ഷൻ എ ആണെങ്കിൽ an 80 SWG wire has a cross section area of 1 mm square with current rating of 2.3 ampere എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് 18 SWG wire has a cross section area of 4 mm square with current rating of 8.5 ampere എന്നും and 18 SWG wire has cross section area 4 mm square with current rating of 2.3 ampere എന്നും and 18 SWG wire has cross section area 1 mm square with കറന്റ് റേറ്റിംഗ് ഓഫ് 8.5 ആംപിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാം 18 SWG ആണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം കൂടി പോകുന്തോറും ക്രോസ് സെക്ഷൻ ഏരിയ എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ് ചെയ്യുക. ക്രോസ് സെക്ഷൻ ഏരിയ കുറയാണ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒഴിവാക്കാം. എന്താണ്? ക്രോസ് സെക്ഷൻ ഏരിയ കുറയാണ്. അതുകൊണ്ട് ഒരിക്കലും ഓപ്ഷൻ ബിയോ ഓപ്ഷൻ സിയോ നമ്മൾ ആൻസർ ആയിട്ട് വരില്ല അല്ലെ. ഓപ്ഷൻ ബിയോ ഓപ്ഷൻ സിയോ ആൻസർ ആയിട്ട് വരില്ല. അപ്പോൾ 1 mm സ്ക്വയർ ആണ്, അതാണ് കുറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ 1 mm സ്ക്വയർ നമുക്ക് ഓപ്ഷൻ എയോ ഡിയോ ആൻസർ ആയിട്ട് വരാം.
ഇനി കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി, അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ കുറയുന്ന സമയത്ത് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി 2.3 ആംപിയറും, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മറ്റു രണ്ട് നമ്മൾ നോക്കണ്ട. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി 8.5 ആംപിയറാണ് വരുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ കുറയുമ്പോൾ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കുറയുന്നത് കൊണ്ട് ഓപ്ഷൻ എ ആണ് നമ്മളെ റൈറ്റ് ആൻസർ. കാരണം 5 ആംപിയർ ആണ് ഇവിടെ വന്നത്, ഇവിടെ അത് 2.3 ആംപിയർ ആയി കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞു. ജസ്റ്റ് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയുന്നതിന് മാത്രം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ് SWG എന്ന് അറിയുന്ന ആ ഒരു കൺസെപ്റ്റ് മാത്രം വെച്ചിട്ട് വന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ ഏരിയ കുറയുമ്പോൾ നമ്മൾ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കുറയുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് 18 SWG വയർ ആസ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് 1 m² വിത്ത് കറന്റ് റേറ്റിംഗ് ഓഫ് 2.3 ആംപിയർ. കാരണം ക്രോസ് സെക്ഷൻ ഏരിയ കൂടുകയാണ്, SWG കൂടുകയാണ്, ക്രോസ് സെക്ഷൻ ഏരിയ കുറയും, അതുകൊണ്ട് കറന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ത് ചെയ്യും, കുറയുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡിസൈഡ് ദ ഇൻസുലേഷൻ തിക്നെസ് ഓഫ് ആൻ ഇലക്ട്രിക് കേബിൾ എന്നാണ് പറഞ്ഞത് അല്ലേ. ഇൻസുലേഷൻ തിക്നെസ്, ഇലക്ട്രിക് കേബിളിന്റെ ഇൻസുലേഷൻ തിക്നെസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ് കേട്ടോ. വോൾട്ടേജ് ആണ് വരുന്നുണ്ടാവുക. അവിടെ കറന്റ്, പവർ ഫാക്ടർ, ബോത്ത് എ ആൻഡ് ബി ആൻഡ് വോൾട്ടേജ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇൻസുലേഷൻ തിക്നെസ് പറയുമ്പോൾ നമ്മളത് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പൊ അത് കറന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ആ ഒരു ഇൻസുലേഷന്റെ അല്ല, മറ്റേ നമ്മളെ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയയും കാര്യങ്ങളൊക്കെ വരിക നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പോൾ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ അപ്പോൾ നമ്മൾ ഒരു ഡയലക്ട്രിക് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നുണ്ടാവും അല്ലെ. ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, 12 വോൾട്ട് സോഴ്സ് ഓഫ് വിത്ത് ആൻ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് 1 ohm ആണ്. വീണ്ടും W എന്നാണ് വന്നത് അല്ലെ, 1 ohm ആണ്. ഈസ് കണക്റ്റഡ് അക്രോസ് എ ലോഡ് ഓഫ് 5 ohm. അത് വീണ്ടും 5 വാട്ട്സ് അല്ല കേട്ടോ. ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 5 വാട്ട്സ് അല്ല, 5 ohm ആണ്. കാൽക്കുലേറ്റ് ദ കറന്റ് ത്രൂ ദ ലോഡ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, 1 ohm ഉള്ളതും 5 ohm ഉള്ളതായിട്ടുള്ള 2 റെസിസ്റ്റർ അല്ലേ. അപ്പൊ ശരിക്കും നമ്മൾ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുമ്പോഴേ നമ്മളെ ബാറ്ററി നമുക്ക് ഇവിടെ എങ്ങനെ വരയ്ക്കാം, ബാറ്ററി നമുക്ക് എങ്ങനെ വരയ്ക്കും. ആ ബാറ്ററി 12 വോൾട്ടേജ് ആണെന്ന് പറഞ്ഞു. ബാറ്ററി കഴിഞ്ഞ് നമ്മളൊരു ലോഡ് റെസിസ്റ്റൻസ് ആണ് ലോഡ് അല്ലേ, അതിന്റെ റെസിസ്റ്റീവ് ലോഡാണ്. അവിടെ നമുക്ക് അത്ര ഓം വന്നിട്ടുള്ള 5 ohmന്റെ റെസിസ്റ്റീവ് ലോഡാണ് വന്നിട്ടുള്ളത്. 5 ohmന്റെ റെസിസ്റ്റീവ് ലോഡ് വരച്ചു. ആൻഡ് ഇവിടെ നമുക്ക് ബാറ്ററിയുടെ ഒരു 12 വോൾട്ട് ആണ് ബാറ്ററി വന്നിട്ടുള്ളത്. 12 വോൾട്ട്, ഇവിടെ 1 ohmന്റെ റെസിസ്റ്റൻസ് ആണ്, 1 ohm ആണ് ആ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പൊ ശരിക്കും 2 റെസിസ്റ്ററുകൾ നമുക്ക് ഇതിപ്പോ ഒരു ബാറ്ററി എടുക്കുന്ന സമയത്ത് 2 റെസിസ്റ്ററുകൾ നമുക്ക് ശരിക്കും സീരീസ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ വരിക അല്ലെ. സീരീസ് ആയിട്ട് വരുന്ന രീതിയിലാണ് വരിക. അപ്പൊ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 റെസിസ്റ്ററും കൂടി സീരീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ സീരീസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 5 ohm ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു 1 ohm ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 1 ohm ഉണ്ട്. അവിടെ നമുക്ക് ആ രണ്ടും കൂടി നോക്കുമ്പോൾ എന്താണ്, മൊത്തം നമുക്കവിടെ 6 ohmന്റെ ഒരു റെസിസ്റ്റൻസ് അവിടെ വരുന്നുണ്ടാവും. 6 ohm റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് I ആണ് അല്ലെ, കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. I is equal to എന്താണ്, 12 ആണ് നമ്മളെ വോൾട്ടേജ്, V/R എന്നാണല്ലോ വരിക I എന്ന് പറയുന്നത്. അപ്പൊ 12/6 എന്ന് വരും. 12/6 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവുക, 2 ആംപിയർ ആണ് വരുന്നുണ്ടാവും അല്ലെ. 2 ആംപിയർ ആണ് നമ്മളെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഓപ്ഷൻ എന്താണ്, ബി ആണ് നമ്മളെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് കിർച്ചോഫ് ലോ എന്നാണ് പറഞ്ഞത് അല്ലെ. കിർച്ചോഫ് കറന്റ് ലോ ഈസ് അപ്ലിക്കബിൾ ഫോർ ക്ലോസ്ഡ് ലൂപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലോസ്ഡ് ലൂപ്പിനാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അല്ലെ. നമുക്ക് ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പിലേക്ക് കിർച്ചോഫ് കറന്റ് ലോ അല്ല വരുന്നുണ്ടാവുക, കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ് വരുന്നത്. നെക്സ്റ്റ്, കിർച്ചോഫ് കറന്റ് ലോ ഈസ് അപ്ലിക്കബിൾ ഫോർ ജംഗ്ഷൻ ഓർ നോഡ് അല്ലെ. ഒരു ജംഗ്ഷൻ എടുത്ത് അതിലേക്ക് ഇങ്ങനെ വന്ന് അതിലേക്ക് വരുന്ന ഇൻകമിങ് കറന്റും അവിടെ നിന്ന് പോകുന്ന ഔട്ട് ഗോയിങ് കറന്റ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും ആൻസർ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കിർച്ചോഫ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ കറന്റ് ലോ പ്രകാരം പഠിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കിർച്ചോഫ് വോൾട്ടേജ് ലോ ഇസ് അപ്ലിക്കബിൾ ഫോർ ക്ലോസ്ഡ് ലൂപ്പ് അല്ലെ. കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതുപോലെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെ ഉണ്ടാവുന്ന വോൾട്ട് ആ ഒരു ഫ്ലോ എന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അവിടെ ഉണ്ടാവുന്ന ഇൻകമിങ് വോൾട്ടേജും ഔട്ട് ഗോയിങ് വോൾട്ടേജും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ വെക്ടർ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയുന്നത്. അപ്പോൾ അതും ക്ലോസ്ഡ് ലൂപ്പാണ് നമ്മൾ സെക്കൻഡ് ലോ, കിർച്ചോഫ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ പ്രകാരം പറയുന്നത് അല്ലെ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം, കിർച്ചോഫ് വോൾട്ടേജ് ലോ ഇസ് അപ്ലിക്കബിൾ ഫോർ ജംഗ്ഷൻ ഓർ നോഡ് എന്നാണ് പറഞ്ഞത്. ജംഗ്ഷൻ ഓർ നോഡിന് നമ്മൾ കറന്റ് ലോ ആണ് വരുന്നത്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻകറക്റ്റ് ആണ്. അപ്പോൾ 2ഉം 3ഉം ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ 2 and 3 ആണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്ന പ്രോസസ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. അത് ഏത് എഫക്റ്റ് ആണ്,
കെമിക്കൽ എഫക്റ്റ് പ്രകാരമാണ് കേട്ടോ. സ്പെഷ്യൽ റേ എഫക്റ്റ്, ഗ്യാസ് അയണൈസേഷൻ എഫക്റ്റ്, മാഗ്നറ്റിക് എഫക്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കെമിക്കൽ എഫക്റ്റ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. റേ എഫക്റ്റ് ഒക്കെ നമ്മളെ എക്സ്റേസ് പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഗ്യാസ് അയണൈസേഷൻ എഫക്റ്റ് ഒക്കെ നമ്മളെ ലാമ്പുകളൊക്കെ ഉണ്ട്, നമ്മൾ മെർക്കുറി ഡിസ്ചാർജ് ലാമ്പ്, അങ്ങനത്തെ സോഡിയം ഡിസ്ചാർജ് ലാമ്പൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് എഫക്റ്റ് നമുക്ക് ഒരുപാട് അറിയാം, ഫാന്, മിക്സി, എല്ലാ സാധനങ്ങളും എന്താണ് മോട്ടോഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് മൂലമാണ് അല്ലെ. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ്? The effective resistance of parallel combination of resistance is smaller than the smallest resistance in the combination. The effective resistance of parallel combination of resistance is larger than the smallest resistance in the combination. അപ്പോൾ ഒന്നാമത് നോക്കാം. The effective resistance of parallel combination of resistance is smaller than the smallest resistance in the combination. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ, കാരണം എന്താണ് പാരലൽ കോമ്പിനേഷൻ പ്രകാരം വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ റെസിസ്റ്ററിനേക്കാൾ ചെറുതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അത് തന്നെയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഈസ് ലാർജർ ദാൻ ദ സ്മാളസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദ കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞത്. പാരലിൽ ഒരിക്കലും നമുക്ക് ലാർജർ റെസിസ്റ്റൻസ് ആണ് അല്ല കിട്ടുന്നത്. നമ്മൾ എപ്പോഴും പാരലൽ കോമ്പിനേഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്മാളർ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്മാളസ്റ്റ് റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളതാണ്. മൂന്നാമത്തെ, ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് സീരീസ് കണക്ഷൻ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഈസ് ലാർജർ ദാൻ ദ ലാർജസ്റ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ലാർജർ ദാൻ ദ ലാർജസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദ കോമ്പിനേഷനിൽ ലാർജസ്റ്റ് റെസിസ്റ്റൻസ് ആണ് വരുന്നുണ്ടാവുക സീരീസ് പ്രകാരം വരികയാണെന്ന്. ഇപ്പോൾ 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഓമിന്റെ ഒരു 3 ഓമിന്റെ റെസിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 5 ഓം ആണ് അല്ലെ. അപ്പൊ അതെന്താണ്, ആ ഒരു 3നേക്കാൾ വലുതായിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളതാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് സ്മാളർ ദാൻ ദ ലാർജസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദ കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സീരീസിൽ സ്മാളർ ആണെന്ന് പറഞ്ഞു, അതും തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ 1, 3 ആണ് എന്ത് ചെയ്യുന്നത് ഇതിലെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ നമ്മൾ ബി ആയിരിക്കും വരുന്നത്. ഓൺലി 1 and 3 എന്ന് പറയുന്നതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഓംസ് ലോ? ഓംസ് ലോ പ്രകാരം കറക്റ്റ് ആയിട്ടില്ല അല്ലെ. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ വെൻ ദ ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ കണ്ടീഷൻസ് ഡു നോട്ട് ചേഞ്ച്. അപ്പോൾ ഓംസ് ലോ പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നതാണ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ എന്തായിരിക്കണം, ചേഞ്ച് ഇല്ലാത്ത സമയത്ത് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓംസ് ലോയുടെ വാല്യൂ എന്തായിരിക്കില്ല, കറക്റ്റ് ആയില്ല. കാരണം നമ്മൾ എക്സ്പെരിമെന്റിൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഓംസ് ലോയുടെ വാല്യൂ ഒരിക്കലും റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒരു കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടാറില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആൻഡ് കറണ്ട് എടുക്കുമ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്നതും ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഫിസിക്കൽ കണ്ടീഷൻസ് എല്ലാം എന്തായിരിക്കണം, ടൈം ചേഞ്ച് ഇല്ലാതെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഓംസ് ലോ കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഓൺ ടു നോൺ ലീനിയർ ഡിവൈസസ് ലൈക്ക് സെനഡയോഡ് എന്നാണ് പറഞ്ഞത് അല്ലെ. നമുക്ക് സെനഡയോഡ് പോലത്തെ ഡിവൈസുകളൊന്നും നോൺ ലീനിയർ ഡിവൈസുകളൊന്നും എന്ത് ചെയ്യില്ല, അപ്ലിക്കബിൾ ആവില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമുക്ക് അറിയുന്നതാണ്, നമുക്കെപ്പോഴും റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ, ഇൻഡക്ടർ പോലത്തെ സാധനങ്ങളിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ലീനിയർ ആയിട്ട് വരുന്ന ഡിവൈസുകൾ സെനഡയോഡ്, ഡയോഡ്, അതുപോലത്തെ സെമി കണ്ടക്ടർ ഡിവൈസ് ഒന്നും എന്ത് ചെയ്യില്ല, അപ്ലിക്കബിൾ അല്ല ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാണ്, കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതുകൊണ്ട് ബോത്ത് 1 and 2 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ ദ കറക്റ്റ് റിഗാർഡിംഗ് റെസിസ്റ്റൻസ് ആണ് അല്ലെ. റെസിസ്റ്റൻസ് ആണ് പറഞ്ഞത്. when the temperature increases, അതുപോലെ തന്നെ എന്താ പറയുന്നത്, resistance of the pure metal is increases normally. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ശരിക്കും നമ്മളെ എന്ത് പ്രകാരം പറയുന്നതാണ്, PTC അല്ലെ, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ്, PTC പ്രകാരം പറയുന്നതാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ, when the temperature increases, resistance of the insulating material decreases normally എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആകുമ്പോൾ നമ്മൾ ഇൻസുലേറ്ററുകളാണ്, NTC ആണ്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അത് NTC ആണ്. when the temperature normally and decrease ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അതും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. certain alloys such as constantine shows the practically no change in റെസിസ്റ്റൻസ് ഫോർ കൺസിഡറേഷൻ ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ. അതായത് ZTC, സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് അല്ലെ, ZTC വരുന്നതാണ്. കോൺസ്റ്റന്റൈൻ പോലത്തെ മെറ്റീരിയൽസ് ഒന്നും എന്ത് ചെയ്യില്ല, ചേഞ്ച് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 1, 2, 3 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ 1, 2 and 3 എന്ന് പറയുന്നതായിരിക്കും നമ്മളെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഇലക്ട്രോകെമിക്കൽ സെൽസ് അല്ലെ, ഇലക്ട്രോകെമിക്കൽ സെൽസ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ പ്രകാരം വെറ്റ് സെൽസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ ബോത്ത് അപ്രൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ പൊസിഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെറ്റ് സെല്ല് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ ബോത്ത് അപ്രൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ പൊസിഷൻ. നമുക്ക് വെറ്റ് സെല്ല് ഏത് പൊസിഷനിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം പറയുന്നത് അല്ലേ. കാരണം നമുക്ക് വെറ്റ് സെല്ല് ഒരിക്കലും എന്ത് ചെയ്യില്ല, അപ്രൈറ്റ് പൊസിഷനിലല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ലിക്വിഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ് കാണുന്നുണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തത് വോൾട്ടായിക് സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി സെൽ. വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ലെഡ് ആസിഡ് ബാറ്ററി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു. സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആണ് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത്. കാരണം ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പോൾ ഒന്നാമത് ഇപ്പൊ പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസ്ചാർജിങ് മാത്രമാണ്, ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്, ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്നതാണ്. അതുകൊണ്ടാണ് സെക്കൻഡറി സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 2, 3 സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക 2, 3 കേട്ടോ. 2, 3 വരുന്നത് ഒന്നാമത്തെ ആണ് അല്ലെ. നമുക്ക് ഓൺലി 2 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ഇലക്ട്രോകെമിക്കൽ സെൽസ് വിത്ത് ഇലക്ട്രോലൈറ്റ് അല്ലെ. അപ്പോൾ അവിടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോലൈറ്റുമായിട്ട് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാർബൺ സിങ്ക് സെൽ എന്ന് പറയുമ്പോൾ അതിൽ NH4Cl അല്ലെ, അമോണിയം ക്ലോറൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നും കറക്റ്റ് ആണ്. രണ്ട് മെർക്കുറി സെല്ലാണ്. മെർക്കുറി സെല്ല് നമ്മൾ ഉപയോഗിക്കുന്നത് KOH ആണ് അല്ലെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കറക്റ്റ് ആണ്. രണ്ടാമത്തെ മാച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നുണ്ടാവുക. ആൻഡ് ലെഡ് ആസിഡ് ആകുമ്പോൾ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്, H2SO4 അല്ലെ, ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള H2SO4 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരുന്നുണ്ടാവുക. അപ്പോൾ 1, 2, 3, 3, 2 ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ 1 വരുന്ന 2 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. 1, 2, 2 ആണ് കൊടുത്തുള്ളത്. 2, 3 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആയിരിക്കും ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, four numbers of 12 volt 18Ah batteries are connected in series. Another 4 numbers of series connected 12 volt 18Ah batteries are connected in parallel to the first set of series connected batteries. What is the effective voltage of the ampere hour rating of the arrangement? 4 numbers 12 volt 18Ah batteries. 12 volt 18Ah ബാറ്ററിന്റെ കണക്റ്റഡ് സീരീസിലാവുമ്പോൾ എന്താണ്, നമ്മൾ വോൾട്ടേജ് കൂടുന്നു ആൻഡ് നമുക്ക് എന്താണ് 18Ah എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിൽക്കുന്നു അല്ലെ. അപ്പോൾ 12 വോൾട്ടേജ് നമ്മൾ പറഞ്ഞു 4 എണ്ണം ഉണ്ട്. അതുകൊണ്ട് 48 വോൾട്ടേജ് കേട്ടോ. ആ ഫസ്റ്റ് സെറ്റിന്റെ 48 വോൾട്ടേജും 80Ah തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. കാരണം സീരീസിലാണല്ലോ കണക്ട് ചെയ്തത്. അപ്പോൾ ആംപിയർ അവർ കപ്പാസിറ്റിക്ക് എന്ത് ചെയ്യില്ല, മാറ്റം സംഭവിക്കില്ല. അനദർ 4 numbers of series connected. ഇവിടെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ശരിക്കും പറയുന്ന ഒരു പോയിന്റ് കിടക്കുന്നത്. കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നീട് ആ ഒരു അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ 12 volt 18Ah ബാറ്ററീസ് ആർ കണക്റ്റഡ് പാരലൽ എന്നാണ് വായിക്കുക. അപ്പോൾ അത് നമുക്ക് തെറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ക്വസ്റ്റ്യനിൽ അവിടെ എന്താ പറഞ്ഞുള്ളത്, സീരീസ് കണക്റ്റഡ് 12 volt 18Ah ബാറ്ററീസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ വീണ്ടും ഒരു 12 വോൾട്ടേജിന്റെ 80Ah വരുന്ന ബാറ്ററീസ് എന്ത് ചെയ്തു, നമ്മൾ സീരീസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അവിടെ എന്ത് വന്നു, ഒരു 48 വോൾട്ടേജിന്റെ ബാറ്ററി കൂടെ വന്നു. അപ്പോൾ ശരിക്കും 48 വോൾട്ടേജ് ഉള്ള 2 ബാറ്ററികൾ, അതായത് 48 വോൾട്ടേജ് 18Ah വരുന്ന 2 ബാറ്ററികൾ പിന്നീട് എന്ത് ചെയ്തു, ബാറ്ററീസ് ആർ കണക്റ്റഡ് പാരലൽ. 2 ബാറ്ററികൾ പിന്നീട് പാരലലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ 48 വോൾട്ടേജ് എന്ത് ചെയ്യും, അവിടെ 48 വോൾട്ടേജ് തന്നെ ആയിട്ട് നിൽക്കും. ഈ 80Ah ഉള്ളത് ഇവിടെ ഒരു 80Ah ഉണ്ട്, ഇവിടെ ഒരു 80Ah വരും. അപ്പം അങ്ങനെ 2 80Ah വരുന്നതുകൊണ്ട് 160Ah വരും അല്ലേ. പാരലൽ ആവുന്നതുകൊണ്ട് ആംപിയർ അവർ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു, 160Ah വരും. അപ്പോൾ ഫൈനലി ആ ഒരു ബാറ്ററിയുടെ ടോട്ടൽ നമ്മൾ വോൾട്ടേജ് നോക്കുമ്പോൾ 48 വോൾട്ടേജും 160Ah ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് regarding maintenance of lead acid battery? Do not overcharge or discharge the battery at high rate as it makes causing buckling. Buckling എന്ന് പറയുമ്പോൾ എന്താണ്, ബെൻഡിങ് ഓഫ് പ്ലേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഓവറായിട്ട് ഡിസ്ചാർജ് ചെയ്യുകയോ ഓവർ റേറ്റിൽ ഡിസ്ചാർജ് ചെയ്യുകയോ ഓവർ റേറ്റിൽ ഡിസ്ചാർജ് ചെയ്യുകയോ ഓവർ റേറ്റിൽ ചാർജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കാം, ബക്ലിംഗ് സംഭവിക്കാം. അതായത് നമ്മളിപ്പോൾ കൂടുതൽ കറണ്ട് എടുക്കുക അല്ലെ, ഒരു ബാറ്ററിക്ക് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് കൊടുത്ത് ചാർജ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബക്ലിംഗ് സംഭവിക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കേസാണ്
ബക്ലിംഗ് എന്ന് പറയുന്നത്, ബെൻഡിങ് ഓഫ് പ്ലേറ്റ് ആണ് ബക്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് ദ ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ് ഷുഡ് ബി കെപ്റ്റ് ബിലോ ദ പ്ലേറ്റ് ലെവൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ബിലോ ആയിരിക്കരുത്, എപ്പോഴും എബോ ആയിരിക്കണം. ശരിക്കും 10 mm എബോ ആയിരിക്കണം എന്ന് പറയാം, അതായത് 1 cm ഒക്കെ എബോ ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദ ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ് ഷുഡ് ബി കെപ്റ്റ് ബിലോ ദ പ്ലേറ്റ് ലെവൽ എന്നാണ് പറഞ്ഞത്. അത് നമ്മളെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ഓൺലി 1 ആണ് എന്ത് ചെയ്യുക വരുന്നുണ്ടാവുക, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ കറക്റ്റ് റിഗാർഡിംഗ് മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കാര്യത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെ, ഫെറോമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ തന്നെയാണ്. ദെൻ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ലൈറ്റ്ലി റിപ്പൽഡ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ശരിക്കും പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇപ്പൊ റിപ്പൽഡ് വരുന്ന ഏതാണ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് റിപ്പൽഡ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഡയാമാഗ്നറ്റിക് വന്നിട്ടുണ്ട്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതും തെറ്റായിട്ടില്ല, കാരണം അവിടെ നമ്മൾ എന്താണ് റിപ്പൽഡ് ആണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇത് ശരിയായിട്ട് വരുന്നത്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അതുകൊണ്ട് ഓൺലി 1 ആയിരിക്കണം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ അങ്ങനെയാണ്, നമുക്ക് ഫെറോ ആൻഡ് പാര ഡയ എന്ന് പറയുന്നത് തന്നെ പ്രധാനമായിട്ടുള്ള അതിന്റെ ഒരു ഡിഫറൻസ് അതാണ് അല്ലെ. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യും, പാരാമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്താണ് സ്ലൈറ്റ്ലി അട്രാക്ട് ചെയ്യും, ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ സ്ലൈറ്റ്ലി റിപ്പൽ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ എഴുതിയതിൽ പാരോ സ്ലൈറ്റ്ലി റിപ്പൽ ചെയ്യുമെന്നുള്ളതും ഡയ സ്ലൈറ്റ്ലി അട്രാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ദെയർ എക്സാമ്പിൾ. ഇവിടെ നമുക്ക് എന്താണ് മാച്ച് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ, ക്വസ്റ്റ്യനിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ അതിന്റെ എക്സാമ്പിൾ ഏതാണ്, അയൺ തന്നെയാണ്. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അയൺ എന്ന് പറയുന്നത്. പിന്നെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ കോപ്പർ ആണ് അല്ലെ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ കോപ്പർ ആണ്. ആൻഡ് ദെൻ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ അതെന്താണ്, ബിസ്മത്ത് ആണ്. രണ്ട് കറക്റ്റ് ആവുമ്പോൾ മൂന്നാമത്തെ അത് തന്നെ വരുള്ളൂ അല്ലെ, ബിസ്മത്ത് ആണ്. ബിസ്മത്ത് നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ബിസ്മത്ത് പഠിക്കുന്നതാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റീരിയൽ ആണ് എന്ത് ചെയ്യുന്നത്, ബിസ്മത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 3ഉം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. 1 1 2 2 3 3 അത് തന്നെയാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 1 1 2 2 3 3 ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റും മാഗ്നറ്റിക് എഫക്റ്റും. അപ്പോൾ ഗ്രേറ്റർ ദ കറന്റ് ത്രോ ദ കണ്ടക്ടർ ദ സ്ട്രോങ്ങർ ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസർ. കറന്റ് കൂടുതൽ ഫ്ലോ ചെയ്യും തോറും മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് പഠിക്കുന്നതാണ്, നമ്മൾ കറന്റിന്റെ ആ ഒരു ഐ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നതായിരിക്കും, കറന്റ് കൂടുതൽ കൊടുക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതലാവും അല്ലെ. മാഗ്നറ്റിക് ആ ടേൺസിനെയും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് പഠിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് സാധാരണ പറയാറുള്ളത് വെബറും അത് എത്രത്തോളം കറന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ, ആംബിയർ ടേൺസ് പെർ വെബർ എന്ന ആംബിയർ ടേൺസ് ആണ് നമ്മൾ പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ആംബിയർ ടേൺസ് എന്ന് പറയുമ്പോൾ കറന്റ് എത്രത്തോളം കൊടുക്കുന്നോ ടേൺസിന്റെ എണ്ണം എത്രത്തോളം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക അവിടെ എത്രത്തോളം ആ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ടേൺസിന്റെ എണ്ണം കൂട്ടുകയോ അല്ലെങ്കിൽ കറന്റ് കൂട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറന്റ് കൂടുതലാവുന്നതുകൊണ്ട് ഫ്ലക്സ് എന്ത് ചെയ്യും, കൂടുതലാവും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ്ങർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനുള്ള നമ്മൾ ആ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ നമ്മൾ യൂസ് ചെയ്യും അല്ലെ. ആ ഗ്രിപ്പ് റൂൾ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ പറയുന്നത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് നിയർ ദ കണ്ടക്ടർ ഈസ് വീക്ക് ആൻഡ് ദ ബിക്കം സ്ട്രോങ്ങർ ഇൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവുന്നത് എന്താണ്, ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മാഗ്നറ്റിന് അടുത്തുള്ള ഭാഗങ്ങളിൽ വളരെ വീക്കായിട്ടും ഈ വിട്ടുള്ള ഭാഗങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് നേരെ തിരിച്ചാണ് വരിക അല്ലെ. ഇവിടെയാണ് നമുക്ക് കൂടുതൽ ഈ ഒരു ഏരിയ എടുക്കുമ്പോൾ ആ ഏരിയയിലാണ് കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സ്, ഏരിയനെ ഡിപ്പെൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമുക്കറിയാം അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് നമുക്ക് പറയുമ്പോൾ എന്താണ്, അത് ഏരിയനെ അനുസരിച്ചിട്ട് ആ ഏരിയയിൽ കൂടുതലായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുമ്പോൾ അവിടെയാണ് നമുക്ക് കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും അതിനടുത്ത് വരുമ്പോഴാണ് കൂടുതൽ ആ ഒരു കുറഞ്ഞ ഏരിയയ്ക്കുള്ളിൽ കൂടുതലായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവിടെ ആയിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഇത് കാണിക്കുന്നുണ്ടായിരിക്കാം, ഫീൽഡ് കാണിക്കുന്നുണ്ടായിരിക്കാം.
ഇനി ഇവിടെയൊക്കെ നമുക്ക് എടുക്കുമ്പോൾ എന്താണ് കുറേ ഗ്യാപ്പിലായിരിക്കും പോകുന്നുണ്ട്, അപ്പോൾ ആ ഏരിയയിൽ കുറവായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും വീക്ക് ആയിരിക്കും വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് അതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ യൂണിറ്റ്സ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് വരുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു അല്ലെ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്ലക്സ് പെർ ഏരിയ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഫ്ലക്സ് പെർ ഏരിയ ആണ് പറയുന്നത്. അപ്പോൾ ഫ്ലക്സ് പെർ ഏരിയ എന്ന് പറയുമ്പോൾ ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്, ആൻഡ് ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ് വരുന്നത് അല്ലേ. മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ഫ്ലക്സ് പെർ ഏരിയ എന്ന് പറയുമ്പോൾ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റ് നമുക്കിവിടെ ഉണ്ട്, അത് പറയാം. വെബർ എന്ന് പറയുന്നത് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്, ഒരിക്കലും ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് അല്ല. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ശരിയാണ്. ആൻഡ് രണ്ടാമത്തെ ടെസ്ല എന്ന് പറയുന്നതും ഇതിന്റെ തന്നെയാണ് പറയുന്നത് അല്ലെ. ടെസ്ലയും ശരിയാണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ബോത്ത് എ ആൻഡ് സി ആണ് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫ്ലെമിംഗ്സ് റൂൾ. Fleming's left hand rule is used to determine the direction of induced EMF. Fleming's right hand rule is used to determine the direction of force acting on the current carrying conductor placed in a magnetic field. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂളാണ്, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ എന്തിനാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം ജനറേറ്റർ റൂൾ എന്നാണ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് അറിയുന്നത് അല്ലേ. ജനറേറ്റർ റൂൾ എന്നാണ് അറിയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ നാലാമത്തെ നോക്കാം. Fleming's left hand rule is used to determine the direction of induced EMF. Fleming's left hand rule is used to determine the direction of force acting on the current carrying conductor placed on the in a magnetic field എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ മോട്ടോർ റോൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ആ മോട്ടോറിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF അല്ലേ. ഓൾറെഡി നമ്മൾ പറഞ്ഞത് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് വരുന്നുണ്ടാവുക. ആൻഡ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് ഡിറ്റർമിൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ കറന്റ് കാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 1 ഉം 4 ആണ് എന്ത് ചെയ്യുന്നത് ഇതിലെ കറക്റ്റ് ആൻസർ അല്ലേ. 1 ഉം 4 വരുന്നത് ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. ഓൺലി 1 and 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് റിലക്റ്റൻസ് ആണ് വന്നത് അല്ലെ. മാഗ്നറ്റിക് മെറ്റീരിയൽസ് ലൈക്ക് അയൺ ഹാവ് ഹൈ റിലക്റ്റൻസ്. അപ്പൊ എന്താ റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ക്രിയേഷൻ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ റിലക്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാഗ്നറ്റിക് മെറ്റീരിയൽ ലൈക്ക് അയൺ ഹാവ് എ ഹൈ റിലക്റ്റൻസ് എന്നാണ് പറയുന്നത്. അയൺ ഹൈ റിലക്റ്റൻസ് ആണെന്നാണ് പറഞ്ഞത് അല്ലെ. അയൺ എന്ന് പറയുന്ന ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാം അതിൽ അയണിൽ മാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റീരിയൽ ആണ് അല്ലെ. അപ്പോൾ അത് ഹൈ റിലക്റ്റൻസ് അല്ല, ലോ റിലക്റ്റൻസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇത് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഹാവ് ഹൈ റിലക്റ്റൻസ് എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആകുമ്പോൾ അവിടെ ഹൈ റിലക്റ്റൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ് എന്ന് പറയുന്നത് പെർമിയൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമുക്കറിയാം കണ്ടക്ടൻസിന് അനലോഗ്സ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് പെർമിയൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ റെസിസ്റ്റൻസിന് അനലോഗ്സ് ആണ് റിലക്റ്റൻസ് വരുന്നത്. അപ്പൊ റിലക്റ്റൻസ് റെസിസ്റ്റൻസും കണ്ടക്ടൻസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെസിപ്രോക്കൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ എത്ര ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഫ്രീ ആയിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പെർമിയൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് റിലക്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പൊ 2ഉം 3ഉം ആണ് ഇതിലെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. EMF is induced in a conductor when there is a relative motion between conductor and magnetic field. കണ്ടക്ടറിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു റിലേറ്റീവ് മോഷൻ മുഖേനയാണ് എന്ത് ചെയ്യുന്നത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ EMF is induced in a conductor when it moves in a direction parallel to the conductor. കണ്ടക്ടറിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യാം കേട്ടോ. പക്ഷെ അവിടെ നമ്മൾ ഒന്നും പറഞ്ഞില്ല. EMF is induced in a conductor when it moves in a direction. എന്ത് മൂവ് ചെയ്യുന്നു, EMF മൂവ് ചെയ്യുന്നു, എന്ത് മൂവ് ചെയ്യുന്നു നമുക്ക് കറക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് EMF is induced in a conductor when it lies in a magnetic field. മാഗ്നറ്റിക് ഫീൽഡ് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് അതും നമുക്ക് എന്ത് ചെയ്യാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അവിടെ
ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഓൺലി 1 ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് എഫക്ട് ദ കറന്റ് ത്രൂ ദ കപ്പാസിറ്റർ? കറന്റ് കപ്പാസിറ്ററിലൂടെയുള്ള കറന്റ് ആണ് അല്ലേ. ദ ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. അപ്പോൾ കപ്പാസിറ്ററിലൂടെയുള്ള കറന്റിന്റെ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുന്നത്, കാരണം നമുക്കറിയാം എക്സ് സി അല്ലേ, അതാണ് നമ്മൾ അവിടെ ഒപ്പോസിഷൻ ഫാക്ടർ ആയിട്ട് വരുന്നത്. എക്സ് സി ഈസ് ഈക്വൽ ടു 1/2 പൈ എഫ് സി. അപ്പോൾ ഫ്രീക്വൻസി കുറയാണെങ്കിൽ ഇവിടെ എന്ത് കൂടും? ഈ ഒപ്പോസിഷൻ റിയാക്റ്റൻസ് കൂടും, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടും. അതുകൊണ്ട് തന്നെ അതിലൂടെ ഉണ്ടാവുന്ന കറണ്ട് എന്ത് ചെയ്യും? കുറയും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ. കപ്പാസിറ്റൻസ് ഇവിടെ വരുന്നില്ലേ. അപ്പോൾ കപ്പാസിറ്റൻസ് കുറയാണെങ്കിൽ എന്ത് ചെയ്യും? റിയാക്റ്റൻസ് കൂടും. റിയാക്റ്റൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ടിന് കുറയും അല്ലേ. കാരണം കറണ്ടിന് ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കുറയും. അതും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. ഈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഓംസ് ലോ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ I ഈസ് ഈക്വൽ ടു V/XC എന്നല്ലേ വരുന്നത്. V/XC എന്നല്ലേ വരുന്നത്. ഈ എക്സിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് അല്ലെങ്കിൽ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓൺലി 1, 2 and 3 നമുക്ക് 3 എന്ത് ചെയ്യാണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 1, 2 and 3 ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്പാസിറ്റേഴ്സ് കനോട്ട് ബി യൂസ്ഡ് ഇൻ AC സർക്യൂട്ട്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, മൈക്ക കപ്പാസിറ്റർ, പേപ്പർ കപ്പാസിറ്റർ, ബോത്ത് A and C എന്നാണ് പറഞ്ഞിട്ടുള്ളത്. B and C ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ നോൺ പോളറൈസ്ഡ്, ഇപ്പൊ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ പൊളാരിറ്റി ഉള്ള കപ്പാസിറ്റർ ആണ് അല്ലേ. എന്നാൽ നോൺ പോളറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സീലിംഗ് ഫാൻസിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നോൺ പോളറൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? AC സർക്യൂട്ടിൽ യൂസ് ചെയ്യാം. എന്നാൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ സാധാരണ പൊളാരിറ്റി പറയുന്നത് കൊണ്ട് നമ്മളത് DCയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് നമുക്ക് പറയാം. അപ്പോൾ അത് രണ്ടും വെച്ച് പറയാം. പിന്നെ മൈക്ക കപ്പാസിറ്റർ, പേപ്പർ കപ്പാസിറ്റർ ആണ്, നമുക്ക് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ് ഇതിനകത്ത് PSC ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ മൈക്ക കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ മൈക്ക കപ്പാസിറ്റർ നമ്മൾ പ്രധാനമായിട്ടും ഇലക്ട്രോ സർക്യൂട്ടിലാണ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. മൈക്ക പേപ്പർ വളരെ ചെറിയ ഇതുള്ള ഇലക്ട്രോൺ സർക്യൂട്ടിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ് ശരിക്കും AC സർക്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കാനോട്ട് ബി യൂസ്ഡ് ഇൻ ഇലക്ട്രോ സർക്യൂട്ട്, AC സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു പ്രോപ്പർ ആൻസർ നമുക്ക് പറയുന്നത് ഇതായിട്ട് വരുന്നതാണ്. ഇലക്ട്രോലൈറ്റിക് വേണമെങ്കിൽ പറയാം അതിന്റെ പൊളാരിറ്റി വെച്ച് മാത്രം. അത് തന്നെയാണ് PSCയും ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊരു പ്രോപ്പർ ആൻസറിൽ നമുക്ക് എന്ത് ചെയ്യാൻ എടുക്കാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്നുള്ള കൺസെപ്റ്റ്. കാരണം നോൺ പോളറൈസ്ഡ് ആയുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ തന്നെയാണ്. നോൺ പോളറൈസ്ഡ് എന്ന് അതിൻ്റെ ഇടയിൽ പറയുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ AC സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇതിൽ PSCയുടെ ആൻസർക്ക് ആയിട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് നമുക്കൊരു ചെറിയ ഇത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 29th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ ദാറ്റ് റിക്വയർസ് 1 MC ടു ചാർജ് ഇറ്റ് ടു 50 വോൾട്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ചാർജ് തന്നിട്ടുണ്ട് അല്ലേ. ചാർജ് എത്ര തന്നിട്ടുള്ള? 1 മില്ലി കൂളം തന്നിട്ടുണ്ട്. ആൻഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എത്ര തന്നിട്ടുള്ളത്? നമ്മൾ 50 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ കണ്ടുപിടിക്കുന്ന സമയത്ത് 50 വോൾട്ടേജിൻ്റെ മില്ലിക്കോളം ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു Q/V എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. Q/V. പക്ഷേ നമ്മൾ Q/V ചെയ്യുമ്പോൾ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ 1 മില്ലി കൂളമാണ് ഉള്ളത് ആൻഡ് 50 വോൾട്ടേജ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ രണ്ടും യൂണിറ്റ് ശരിയല്ല അല്ലേ. 2 യൂണിറ്റ് നമുക്ക് മാറ്റണം. അപ്പോൾ യൂണിറ്റ് മാറ്റാൻ വേണ്ടി 1 മില്ലി കൂളത്തിനെ നമുക്ക് എന്തെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു കൂളത്തിലേക്ക് മാറ്റണം. അല്ല എന്നുണ്ടെങ്കിൽ വോൾട്ടേജിനെ മില്ലി ആയിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ കൂളത്തിൽ മാറ്റാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 1 × 10⁻³ / 50 എന്ന് കിട്ടും. ആൻഡ് അവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 0.001 / 50 എന്നാണ് കിട്ടുക. 20 മൈക്രോ ഫാരഡ് ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 20 മൈക്രോ ഫാരഡ് ആണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ? എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആൻഡ് വീസ്റ്റോൺ ബ്രിഡ്ജ് അല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് വയറിംഗ് ഇൻസ്റ്റാളേഷൻ അല്ലേ. വയറിംഗ് ഇൻസ്റ്റാളേഷന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഓംമീറ്റർ, മൾട്ടിമീറ്റർ, മെഗർ ആൻഡ് വീസ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് പറയുമ്പോൾ
മെഗാ ഓംസ് ആയിരിക്കും വരുന്നുണ്ടാവുക. മെഗാ ഓമീറ്റർ അല്ലെങ്കിൽ മെഗർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. ഓപ്ഷൻ സി ആണ്. കാരണം നമുക്ക് ഓമീറ്റർ ആണെങ്കിലും മൾട്ടിമീറ്റർ ഒക്കെ ആണെങ്കിലും ലോ ആൻഡ് മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഗർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വയറിംഗ് ഇൻസ്റ്റാളേഷൻ ദ സിസ്റ്റം എർത്തിങ് ഈസ് ടു ബി ഡൺ. സിസ്റ്റം എർത്തിങ് ചെയ്യുന്നത് അല്ലേ. രണ്ട് നമ്മൾ എക്യുപ്മെന്റ് എർത്തിങ് ആൻഡ് സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് എർത്തിങ് ആണ് നമുക്ക് അവിടെ വരുന്നത്. സിസ്റ്റം എർത്തിങ് നമ്മൾ എവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക? സിസ്റ്റം എർത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിലെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, അതായത് ന്യൂട്രൽ കണ്ടക്ടറിനെ എർത്ത് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത്. അത് ജനറേറ്റിംഗ് സ്റ്റേഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ സബ് സ്റ്റേഷനുകളിലൊക്കെയാണ് എന്ത് ചെയ്യുക, സിസ്റ്റം എർത്തിങ് ചെയ്യുന്നുണ്ടാവുക. ഡൊമസ്റ്റിക് വയറിംഗ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ വയറിംഗ് ആണെങ്കിലും ടണൽ വയറിംഗിലൊക്കെ നമ്മൾ ഈ എക്യുപ്മെന്റ് എർത്തിങ് ആണ് ചെയ്യുന്നത്. കാരണം എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എർത്ത് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവിടെ നമുക്കത് എന്ത് ചെയ്യാണ്, ജനറേറ്റിംഗ് സ്റ്റേഷനിലും അല്ലെങ്കിൽ സബ് സ്റ്റേഷനിലും ഒക്കെ നമ്മൾ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ എർത്ത് ചെയ്യുന്നതിനാണ് നമ്മൾ സിസ്റ്റം എർത്തിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം സൈസ് ഓഫ് കോപ്പർ പ്ലേറ്റ് യൂസ്ഡ് ഇൻ എ എർത്ത് പ്ലേറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ് എർത്തിങ്? 600 mm into 600 mm into 3.15 mm, 300 mm into 300 mm into 3.15 mm, 600 mm into 600 mm 6.28 mm and 300 mm 300 mm into 6.28 mm അല്ലേ. അപ്പോൾ നമുക്കറിയാം കോപ്പർ പ്ലേറ്റ് ആവുന്നതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ കറക്റ്റ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് GI പ്ലേറ്റ് അല്ലേ. കോപ്പർ പ്ലേറ്റിൽ GI പ്ലേറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കോപ്പർ അല്ല, എർത്ത് പ്ലേറ്റിംഗിൽ GI പ്ലേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 300 mm into ഓപ്ഷൻ ബി അല്ല കേട്ടോ, ഓപ്ഷൻ സി GI പ്ലേറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 600 into 600 into 6.28 mm എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ലാമ്പ് ഹോൾഡർ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ സ്റ്റുഡിയോസ്, ഫ്ലഡ് ലൈറ്റ്സ് ആൻഡ് ഡെഡ് ലൈറ്റ്സ് ഫോർ ലാമ്പ് ഓവർ 300 watts അല്ലേ. അപ്പോൾ 300 wattsന് മേലുള്ള ലാമ്പുകളെ നമ്മൾ ഉപയോഗിക്കാൻ ഗോലിയാത്ത് എഡിസൺ സ്ക്രൂ ടൈപ്പ് ഹോൾഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഗോലിയാത്ത് എഡിസൺ സ്ക്രൂ ടൈപ്പ് ഹോൾഡർ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എനി വയറിംഗ് ഇൻസ്റ്റാളേഷൻ? അപ്പൊ നമ്മൾ അതൊരു ഈ റൂൾ പ്രകാരം വരുന്നതാണ്. മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എന്ത് ചെയ്യരുത്, അതിന്റെ ഒരിക്കലും ലെസ് ദാൻ 1 മെഗാ ഓം ആവരുത് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇൻസ്റ്റാളേഷന് മിനിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 മെഗാ ഓം ആയിരിക്കണം. കാരണം 1 മെഗാ ഓമിന് താഴെ വാല്യൂ വരരുത്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ വരരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ 1 മെഗാ ഓം ആയിരിക്കണം ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക മിനിമം വാല്യൂ. ആസ് പെർ ഐ റൂൾ ദ മാക്സിമം ലോഡിനെ പവർ സബ് സർക്യൂട്ട് അല്ലെ. പവർ സബ് സർക്യൂട്ടിലെ മാക്സിമം ലോഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3000 watts ആയിരിക്കും പവർ സബ് സർക്യൂട്ടിലെ മാക്സിമം ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് ആണ് ഒന്നുള്ളത്. ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് അവിടെ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, 10 പോയിന്റോ അല്ലെങ്കിൽ 800 watts ആണ് വരേണ്ടത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, പവർ സബ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ വരുന്നുണ്ടായിരിക്കുക, ഒന്നെങ്കിൽ എത്ര വരുന്നുണ്ടായിരിക്കും, 2 പോയിന്റോ അല്ലെങ്കിൽ 3000 watts ആണ് വരുന്നത്. അപ്പോൾ 3000 watts ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മിനിമം ലീക്കേജ് കറന്റിന്റെ ഇൻസ്റ്റാളേഷൻ ആസ് പെർ ഐ റൂൾസ് എന്നാണ് പറഞ്ഞത്. 1/500 ഓഫ് ദ ഫുൾ ലോഡ് കറന്റ്, 1/5000 ഓഫ് ദ ഫുൾ ലോഡ് കറന്റ്, 1/15,000 ഓഫ് ദ ഫുൾ ലോഡ് കറന്റ്, 1/50 ഓഫ് ദ ഫുൾ ലോഡ് കറന്റ് അല്ലേ. അപ്പൊ എത്ര വരുന്നുണ്ടാവുക? 1/5000 ഓഫ് ദ ഫുൾ ലോഡ് കറന്റ് ആണ് വരുന്നത്. മിനിമം ലീക്കേജ് കറന്റ് എന്ന് പറയുന്നത് ഫുൾ ലോഡ് കറന്റിന് 1/5000 മാത്രമാണ് വരാൻ പാടുള്ളത്. അതും നമ്മൾ റൂൾസ് പ്രകാരം ഈ റൂൾ പ്രകാരം വരുന്നതാണ് അല്ലേ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ട് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. What is the type of circuit breaker is typically used for current rating above 100 amperes to 800 ampere. 100 ampere മുതൽ 800 ampere വരെ യൂസ് ചെയ്യുന്നത് MCB, ELCB, MCCB and RCCB അല്ലേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി MCCB ആണ് നമ്മൾ 100 ampere മുതൽ 800 ampere വരെയൊക്കെ ഹൈ കറന്റ് റേറ്റിംഗിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോപ്പർ കണ്ടക്ടർ ഇൻ പവർ വയറിംഗ്. പവർ വയറിംഗിൽ ഉപയോഗിക്കുന്ന മിനിമം ക്രോസ് സെക്ഷൻ ഏരിയ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നിമിയുടെ ആൻസർ പ്രകാരം 2.5 നിമിയല്ല PSCയുടെ ആൻസർ പ്രകാരം 2.5 സ്ക്വയർ മില്ലിമീറ്റർ ആണ് വരുന്നത്. നിമി നമ്മളെ ബുക്ക് നമ്മൾ റെഫർ ചെയ്യുന്ന നിമി ബുക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് 1.5 സ്ക്വയർ മില്ലിമീറ്റർ ആണ് ശരിക്കും വരുന്നത്. അപ്പൊ അതിന്റെ എന്ത് ചെയ്യുന്നുണ്ട് ആൻസറിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കാം അതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. 1.5 സ്ക്വയർ മില്ലിമീറ്റർ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിൽ ആൻസർ കീ എന്ത് ചെയ്യുന്നുണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ
വരുന്നുണ്ട് അല്ലേ. നമുക്ക് 2.5 ആണ് തന്നിട്ടുള്ളത്. ആസ് പെർ നിമി ബുക്ക് പ്രകാരവും നമ്മളെ പല ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് 1.5 സ്ക്വയർ മില്ലിമീറ്റർ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോപ്പർ ആകുമ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2.5 പറയാമായിരുന്നു. പക്ഷെ കോപ്പർ ആയി ചോദിച്ചത് കൊണ്ട് 1.5 മില്ലിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡയറക്ഷൻ of induced EMF in a DC generator can be found out which of the following rule? Fleming's left hand rule, right hand grip rule, right hand palm rule, Fleming's right hand rule അല്ലേ. നമുക്ക് ഓൾറെഡി ഇതൊരു ക്വസ്റ്റ്യൻ വന്നു, നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാ വരുന്നുണ്ടായിരിക്കാം? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ജനറേറ്റർ റൂൾ എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC ജനറേറ്റർ? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോലിസിസ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോലിസിസ് നമ്മളെ കെമിക്കൽ സെൽസിന്റെ ഒക്കെ വർക്കിംഗ്, ഇലക്ട്രോ പ്ലേറ്റിംഗ് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ഇത് പറയുന്നതാണ് അല്ലേ. ഇലക്ട്രോലിസിസുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോ ആണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. ഒരിക്കലും DC ജനറേറ്ററിന്റെ വർക്കിംഗ് അല്ല. ലെഫ്റ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് മോട്ടോറിന്റെ ജനറേറ്ററിന്റെ ഒക്കെ ഒരു ഡയറക്ഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂളാണ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒക്കെ പറയുന്നത്. അതും ഒരിക്കലും വർക്കിംഗ് പ്രിൻസിപ്പിളെ കാണിക്കുന്ന റൂൾ അല്ല. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇപ്പോൾ ജനറേറ്ററിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരമാണ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഡയറക്ഷൻ പറയുന്നത്. പക്ഷെ ഒരിക്കലും നമുക്കത് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ EMF generated in a 6-pole lap wound DC generator which has 1000 conductors driven at a speed of 1500 rpm. The flux per pole is 3 milliweber. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3 milliweber തന്നിട്ടുണ്ട്. തന്നുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് അറിയാം. ഇക്വേഷൻ എന്താണ്? 5Zn by 60 into P/A. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 5Zn എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് P/A ലാപ്പ് പോയിന്റിങ് ആവുകൊണ്ട് തന്നെ P/A എന്ന് പറയുന്ന ടൈം നമുക്ക് ഒഴിവാക്കാം. കാരണം A = P ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ പാരലൽ പാത്ത് = പോൾസ് ആണ് വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ ടൈം നമുക്ക് ഒഴിവാക്കാം. പിന്നെ 5Zn എന്ന് പറയുമ്പോൾ എന്താണ്? 3 milliweber ആണ്. അപ്പോൾ അതിന് വെബറിലേക്ക് മാറ്റണം. വെബറിലേക്ക് മാറ്റുമ്പോൾ × 10⁻³ എന്ന് വരും. അതായത് 0.003 എന്ന് വരും അല്ലേ. പിന്നെന്താണ്? Z ആണ്. Z എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട്. അവിടെ 1000 വന്നു. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവിടെ വീണ്ടും 3 ആയിട്ട് മാറി കേട്ടോ. അത് ആ ഒരു കൺസെപ്റ്റ് 3 ആയിട്ട് മാറി. പിന്നെ അവിടെ എന്താ വന്നിട്ടുള്ളത്? നമുക്ക് N അല്ലേ. N എന്ന് പറയുമ്പോൾ 1500 ആണ്. 1500 ചെയ്യാൻ വളരെ എളുപ്പമാണത്. കാരണം നമ്മൾ ആ മില്ലി വെബറിനെ മാറ്റിയിട്ട് പിന്നെ 1000 അവിടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 3 ആയിട്ട് അവിടെ മാറിയിട്ടുണ്ട്. ശരിക്കും ആ ഒരു ടൈം തന്നെ 3 ആയിട്ട് മാറി. പിന്നെ നമുക്ക് 60 ആണ് താഴെ വരുന്നുണ്ടാവും അല്ലേ. 60 താഴെ വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 3 ആയി. ഈ 3നെ നമ്മളിവിടെ 3 ഒന്ന് എടുത്ത് എഴുതാണ്. ഈ 3നെയും 16നെയും നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തു. നമുക്ക് 20 എന്ന് കിട്ടി. പിന്നെ 20നെ നമ്മൾ 0 ഒന്ന് ക്യാൻസൽ ചെയ്തു ഇവിടെ. ആൻഡ് 150/2 75 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓപ്ഷൻ എ ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി പാരലൽ പാത്ത് ഇൻ എ ഡുപ്ലക്സ് വേവ് വൈൻഡിങ് ഓഫ് an 8-pole DC generator അല്ലേ. How many parallel paths in a duplex wave winding of an 8-pole DC generator? അപ്പോൾ ഡുപ്ലക്സ് വേവ് വൈൻഡിങ് ആണ് അല്ലേ. 8-pole DC ജനറേറ്റർ ആണ്. അപ്പോൾ വേവ് വൈൻഡിങ് ആവുന്നതുകൊണ്ട് തന്നെ പാരലൽ പാത്ത് A എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക? 2 ആണ് വരുന്നുണ്ടാവുക അല്ലേ. വേവ് വൈൻഡിങ് ആവുന്നതുകൊണ്ട് പാരലൽ പാത്ത് A = എന്താണ്? 2 ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ A = എന്താണ്? P ആണ്. നമ്മൾ നേരത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ A = 2 ആണ് വരിക. അപ്പോൾ A = 2 വരുന്നത് കൊണ്ട് നമുക്കവിടെ ഡ്യൂപ്ലക്സ് വേവ് വൈൻഡിങ് ആണ് വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് കിട്ടാം? A = ഡ്യൂപ്ലക്സ് ആവുന്നതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം പ്ലസ്. അപ്പോൾ 2 × 2 എത്ര വരുന്നുണ്ടാവുക? നമുക്ക് ആൻസർ 4 ആണ് ആൻസർ വരിക. അപ്പോൾ പാരലൽ പാത്ത് എത്രയാണ്? 4 ആണ് വരുന്നുണ്ടാവുക കേട്ടോ. ആൻസർ 4 ആയിരിക്കും. അതിപ്പോൾ നമ്മൾ ലാപ്പ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 8-pole ആണ്. അപ്പോൾ 8 × 2 16 ആയിരുന്നു വന്നിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 4 ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പ്ലിറ്റ് റിംഗ് ഇൻ എ DC ജനറേറ്റർ? സാധാരണ നമ്മൾ സ്പ്ലിറ്റ് റിംഗ് അങ്ങനെ ചോദിച്ച് കാണാറില്ല അല്ലേ. കമ്മ്യൂട്ടേറ്റർ ആണ് നമ്മൾ ചോദിക്കാറുള്ളത്. അപ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്ക് AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യുക. കാരണം ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് സ്പ്ലിറ്റ് റിംഗ് ആണ്, സ്പ്ലിറ്റിങ്ങിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ ചോദിച്ചുള്ളത്.
to increase the output voltage, to reduce the copper loss, to increase the efficiency and to ensure constant EMF direction എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാ വരുന്നുണ്ടാവുക? ടു ഏതായിരിക്കും നമ്മൾ ആൻസർ? വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് സ്പ്ലിറ്ററിംഗ് ഓഫ് എ DC ജനറേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ? ടു എൻഷുർ കോൺസ്റ്റന്റ് EMF ഡയറക്ഷൻ. ഒരു കോൺസ്റ്റന്റ് EMF ഡയറക്ഷൻ, അതായത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള EMF കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ DC കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് റിംഗ്സ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ലാമിനേറ്റിംഗ് ആർമേച്ചർ ഓഫ് എ DC ജനറേറ്റർ. ഇപ്പോൾ DC ജനറേറ്ററിന് അല്ല, ആർമേച്ചർ കോറിന് ഏത് ടൈപ്പ് കോർ എടുക്കുകയാണെങ്കിലും അതിനെ ലാമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? ഇവിടെ ഓപ്ഷൻ എന്താണെന്നുള്ള റെഡ്യൂസ് ഹിസ്റ്ററിസിസ് ലോസ്, ഇൻക്രീസ് എഫിഷ്യൻസി, റെഡ്യൂസ് ഫ്ലക്ച്വേഷൻ ഇൻ ലോഡ്, റെഡ്യൂസ് എഡി കറന്റ് ലോസ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി, എഡി കറന്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെ ആ ഒരു ലാമിനേഷൻസ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ റെഡ്യൂസ് എഡി കറന്റ് ലോസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ടു റിവേഴ്സ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ കോമ്പൗണ്ട് മോട്ടോർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഓഫ്. ഒരു നമ്മളതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറാതെ ഒരു കോമ്പൗണ്ട് മോട്ടോറിന്റെ സ്പീഡ് ഡയറക്ഷൻ, അതിന്റെ സ്പീഡ് അല്ല ഡയറക്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ DC കോമ്പൗണ്ട് മോട്ടോർ ആവുന്നതുകൊണ്ട് നമുക്കറിയാം സീരീസ് ഫീൽഡിലോ ഷണ്ട് ഫീൽഡിലോ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരും, പക്ഷെ അതിന്റെ ഒപ്പം എന്താണ്? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ആവും അല്ലേ? അപ്പൊ അതില്ലാതെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആർമേച്ചറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഓഫേഴ്സ് ബിലോ നോർമൽ സ്പീഡ് ഇൻ DC ഷണ്ട് മോട്ടോർ? DC ഷണ്ട് മോട്ടോറിൽ ബിലോ നോർമൽ സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഏതാണ്? ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് ആണ് അല്ലെ? ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഫീൽഡ് കൺട്രോൾ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ എബോ നോർമൽ സ്പീഡ് അല്ലെ? എബോ നോർമൽ സ്പീഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പീഡ് കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാട്ട് ലിയോണിന്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ് എന്തിനാണ്? എബോ ആൻഡ് നോർമൽ എബോ ബിലോ എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ട് ലിയോണാണ്. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കണക്ഷൻ ഓഫ് എ ഹോൾഡ് ഓൺ കോയിൽ ഇൻ എ 3-point സ്റ്റാർട്ടർ ഓഫ് എ DC ഷണ്ട് മോട്ടോർ is series with armature, is series with shunt field, is parallel with armature, in parallel with supply അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മൾ ആ വരുന്ന കണക്ഷൻ നമ്മൾ ഹോൾഡിംഗ് കോയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ഷൻ വന്ന് ഹോൾഡിംഗ് കോയിലേക്ക് വന്നു. ഈ ഹോൾഡിംഗ് കോയിൽ നേരെ വന്നിട്ട് നേരെ എന്തിലേക്കാണ് പോലെ? എഫിലേക്കാണ് പോലെ അല്ലേ? അതായത് ഫീൽഡ് വൈൻഡിങ്ങിലേക്കാണ് പോലെ. അപ്പോൾ ഫീൽഡ് വൈൻഡിങ്ങിന് എന്താണ് വരുന്നുണ്ടാവുക? സീരീസ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലെ? ഷണ്ട് ഫീൽഡിന് സീരീസ് ആയിട്ടായിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഈസ് അപ്ലൈഡ് ടു ഒബ്റ്റെയിൻ ബിലോ ആൻഡ് എബോ നോർമൽ സ്പീഡ് ഓഫ് എ DC മോട്ടോർ? DC മോട്ടറിന് ബിലോ ആൻഡ് എബോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആർമേച്ചർ കൺട്രോൾ മെത്തേഡും ഫീൽഡ് കൺട്രോൾ മെത്തേഡും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എബോ ആൻഡ് ബിലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫീൽഡ് ആണെങ്കിൽ എബോ ആണ്, ആൻഡ് ആർമേച്ചർ ആണെന്നുണ്ടെങ്കിൽ ബിലോ ആണ് കിട്ടുന്നത്. ഇപ്പോൾ രണ്ടും കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാട്ട് ലിയോണാർഡ് എന്താണ് സ്പീഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. എബോ ആൻഡ് ബിലോ നോർമൽ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് റണ്ണിംഗ് വൈൻഡിങ് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഡാഷ് ഡിഗ്രി ഇലക്ട്രിക്കൽ എത്ര വരുന്നുണ്ടാവുക? 90 ഡിഗ്രി ആണ് വരുന്നുണ്ടാവുക കേട്ടോ. അത് പക്ഷെ അതിലും നമുക്കൊരു ഇതുണ്ട്. സാധാരണ നമ്മളിപ്പോൾ അത് പല രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് ഓരോ മെത്തേഡിനനുസരിച്ച് ഇവിടെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റാർട്ടിംഗ് ആൻഡ് റണ്ണിംഗ് വൈൻഡിങ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 90 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം? നോർമലി എടുക്കാം. അതും 45 ഡിഗ്രി ഒക്കെ വരുന്ന ഇതും ഉണ്ട് അല്ലേ? പക്ഷെ നമുക്ക് 90 ഡിഗ്രി എന്ത് ചെയ്യാം? നോർമലി പറയാം. നോർമലി നമുക്ക് എടുക്കുമ്പോൾ 90 ഡിഗ്രി എന്നുള്ള കൺസെപ്റ്റിൽ നമുക്കത് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ മോട്ടർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫോളോയിങ് ആപ്ലിക്കേഷൻ. യൂണിവേഴ്സൽ മോട്ടർ സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻ ഏതിനാണ് ചോദിക്കാറ്? നമുക്കൊരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച്, ഏതിനാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അല്ലേ? വാക്വം ക്ലീനർ യൂണിവേഴ്സൽ മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. PSC സ്ഥിരം ആൻസർ കീയിൽ വരുന്നതാണ് വാക്വം ക്ലീനർ എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ് ഫുഡ് മിക്സറും, അതും സ്ഥിരമായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അതും നമ്മൾ യൂണിവേഴ്സൽ മോട്ടർ യൂസ് ചെയ്യുന്നതാണ്. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതും യൂണിവേഴ്സൽ മോട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് പമ്പിന് നമ്മൾ യൂണിവേഴ്സൽ മോട്ടർ അല്ല, ഇൻഡക്ഷൻ മോട്ടർ പോലത്തെ മോട്ടറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ റോട്ടർ ഓഫ് എ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് ബൈ യൂസിങ് ഷെയ്ഡിംഗ് റിംഗ്, എൻഡ് റിംഗ്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്, നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ആ ഒരു റോട്ടർ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻഡ് റിംഗ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്ന ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? എൻഡ് റിംഗ്സ് ഉപയോഗിച്ചിട്ടാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് എ സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ 3-phase സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ?
ആ ഒരു സ്റ്റേറ്ററിൽ ഉണ്ടാകുന്ന റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ, ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്ററിൽ ഒരു റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. റോട്ടോർ സ്പീഡ്, സ്ലിപ്പ് സ്പീഡ്, സിങ്ക്രണസ് സ്പീഡ് ആൻഡ് സ്ലൈറ്റ്ലി ലെസ് ദാൻ സിങ്ക്രണസ് സ്പീഡ്. ആൻസർ ഏതാ വരുന്നുണ്ടാവുക? സിങ്ക്രണസ് സ്പീഡ് ആണ് അല്ലെ, സിങ്ക്രണസ് സ്പീഡ്. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് കോണ്ടാക്ടേഴ്സ് ഇൻ എ ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഈസ് അല്ലെ, ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിലെ കോണ്ടാക്ടർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 3 കോണ്ടാക്ടറുകളാണ് വരുന്നത്. R/B എന്ന് പറയുന്ന 3 കോണ്ടാക്ടറുകളായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സ്റ്റാർട്ടർ ഡസ് നോട്ട് റെഡ്യൂസ് സ്റ്റാർട്ടിംഗ് കറന്റ്, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ആൻഡ് ഓട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ അല്ലെ. ഏത് സ്റ്റാർട്ടറാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് കറന്റ് കുറയ്ക്കാതെ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടറുകൾ ഏതാണ്? സാധാരണ നമ്മൾ സ്റ്റാർട്ടിംഗ് കറന്റ് കുറയ്ക്കാതെ, സ്റ്റാർട്ടിംഗ് കറന്റ് കുറയാത്തത് നമുക്ക് ആ ഒരു പേരിൽ തന്നെ കിട്ടും, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ആണ്. സ്റ്റാർ ഡെൽറ്റ ആണെന്നുണ്ടെങ്കിലും ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ എല്ലാം നമ്മൾ സ്റ്റാർട്ടിംഗ് കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട് അല്ലെ. സ്റ്റാർട്ടിംഗ് കറന്റ് കുറയ്ക്കാത്തത് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറുകളാണ്. സ്റ്റാർട്ടിംഗ് കറന്റ് കുറയ്ക്കാതെ ബിലോ 5 HP ഉള്ള മോട്ടോറുകൾക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ് ടു 5 HP വരെയുള്ള മോട്ടോറുകൾക്കൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ സ്റ്റാർട്ടിംഗ് കറന്റ് എന്ത് ചെയ്യേണ്ട, അപ്പോൾ അത്രയും ചെറിയൊരു റേറ്റിംഗ് ആവുന്നതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് കറന്റ് കുറയ്ക്കാത്തത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറുകളാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് സ്റ്റാർട്ടഡ് ബൈ യൂസിങ് ഡാഷ് സ്റ്റാർട്ടർ. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുന്നത്? ഡയറക്റ്റ് ഓൺലൈൻ, സ്റ്റാർ ഡെൽറ്റ, റോട്ടർ റെസിസ്റ്റൻസ്, ഓൾ ഓഫ് ദ അബോ. അപ്പോൾ നമുക്കറിയാം എന്താണ്, റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് എ ഫെറൂൾ ഇൻ പാനൽ ബോർഡ് ഈസ് ടു ഐഡന്റിഫൈ പാനൽ, കേബിൾ, എർത്ത്, സ്വിച്ച്. അപ്പോൾ പാനൽ ബോർഡിൽ ഫെറൂൾസ് യൂസ് ചെയ്യുന്നതിൻ്റെയാണ് നമ്മൾ ഒരു ഭാഗത്ത് ഫെറൂൾ കൊടുത്ത് മറ്റൊരു ഭാഗത്ത് ഫെറൂൾ കൊടുക്കും അല്ലേ. അതായത് ഒരു കേബിളിന്റെ 2 ഭാഗത്തായിട്ട് ഫെറൂൾ കൊടുക്കും, ആ കേബിളിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആക്സറി യൂസ്ഡ് ടു ഹോൾഡ് ആൻഡ് ഇൻസുലേറ്റ് ദ കേബിൾ വൈൽ പാസിംഗ് ത്രൂ ദ ഡ്രിൽഡ് ഹോൾഡ് ഇൻ എ പാനൽ ഈസ് വയർ ക്ലിപ്പ്, സ്ലീവ്, തിമ്പിൾ ആൻഡ് ക്രോമറ്റ്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ കൺട്രോൾ പാനൽ വയറിംഗ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ പാനലൊക്കെ എടുത്ത് അതിനുള്ളിലൂടെ ഹോൾസ് ഇട്ട് അതിലൂടെ വയർ കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ചെറിയൊരു ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഡിവൈസ് കണക്ട് ചെയ്തിട്ട് ആ ഡിവൈസിനുള്ളിലൂടെ നമ്മൾ വയർ കൊടുക്കുകയാണ് ചെയ്യുക. കാരണം ആ ഒരു ഡ്രില്ലിൻ്റെ ഹോളിൽ വരഞ്ഞ് അതിൻ്റെ ഇൻസുലേഷൻ നഷ്ടപ്പെടാതെ വെക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഹോൾഡ് ചെയ്ത് നിർത്താൻ, ആ വയറിനോട് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ കൊടുക്കുന്ന ഡിവൈസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോമെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രോമെറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ 3 ഫേസ് സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് റിവേഴ്സ്ഡ് ബൈ കാസ്കേഡ് കൺട്രോൾ, ചേഞ്ചിങ് അപ്ലൈഡ് ഫ്രീക്വൻസി, ഇന്റർചേഞ്ചിങ് എനി 2 phases, ഓൾ അബോവ് മെത്തേഡ്സ് അല്ലേ. അപ്പോൾ ഈ കാസ്കേഡ് കൺട്രോൾ ആൻഡ് ചേഞ്ചിങ് അപ്ലൈഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന 2 സ്പീഡ് കൺട്രോൾ മെത്തേഡാണ്. ശരിക്കും നമ്മൾ R/B എന്ന് പറയുന്നതാണ് നമുക്ക് സാധാരണ കൊടുക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ R/B കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്ററിനകത്ത് റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ഈ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യിക്കുമ്പോഴാണ് നമ്മളെ മോട്ടോറിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന സപ്ലൈയിൽ ഏതെങ്കിലും 2 ടെർമിനൽസ് നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം, ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ R/B വരുന്നത് RBY ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഇന്റർചേഞ്ച് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും, ഇന്റർചേഞ്ചിങ് എനി 2 phases ആയിരിക്കും നമ്മളെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മീറ്റർ ഈസ് എ ഓർ ആൻ ഇൻസ്ട്രുമെന്റ്. വാട്ട് മീറ്റർ എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. ആംബിയർ അവർ മീറ്റർ ഒക്കെയാണ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്നത്. നമ്മളെ XY പ്ലോട്ടർ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് വാട്ട് മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ മൂവിംഗ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ടു പ്രൊഡ്യൂസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റുകൾ യൂസ് ചെയ്യുന്ന ഏതാണ്, മൂവിംഗ് അയൺ ആണ് അല്ലേ. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഏതാണ്, മാഗ്നറ്റിക് എഫക്റ്റ് ആണ് അല്ലേ. മാഗ്നറ്റിക് എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അതിനെ മൂവ് ചെയ്യിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി മാഗ്നറ്റിക് എഫക്റ്റ് ആണ് അവിടെ വരുന്നത്. നെക്സ്റ്റ്, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്പ്രിംഗ് ഇൻ എ സ്പ്രിംഗ് കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റ് മസ്റ്റ് ഹാവ്. ഈ സ്പ്രിംഗ് കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റ് സ്പ്രിംഗ് നിർമ്മിക്കാൻ നമ്മൾ ഫോസ്ഫർ ബ്രോൺസ് സ്പ്രിംഗ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് അതിലൊരു പ്രത്യേകത അറിയാം. കാരണം നമ്മൾ ആ സ്പ്രിങ്ങിലൂടെയാണ് ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുന്നത്. കാരണം
നമുക്ക് ആ ഒരു സ്പ്രിങ്ങിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് അവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കൊക്കെ പ്രോപ്പറായിട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിരിക്കണം. പിന്നെ അവിടെ നമ്മൾ നോൺ മാഗ്നറ്റിക്കോ ആയിരിക്കണം. ലോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണിക്കുന്നതും ആയിരിക്കണം. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോ ആണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ഓഫ് ദ എബോ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോർക്ക് റിക്വയർഡ് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ടു ബ്രിങ് ദ പോയിന്റർ ക്വിക്ലി to rest in its deflected position to obtain quick and accelerate reading is deflecting torque, controlling torque, damping torque and none of these. അപ്പോൾ എന്താണ്, the torque required to indicating instrument to bring the pointer quickly to rest in a deflected position. അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിഫ്ലക്റ്റഡ് പൊസിഷനിൽ ക്വിക്ലി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ടോർക്ക്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടോർക്ക് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. അതിന് മൂവ് ചെയ്യിക്കുന്ന ആ ടോർക്ക് എന്ന് പറയുന്നത് തിരിച്ച് സീറോയിലേക്ക് എത്തിക്കുന്ന ടോർക്കാണ് കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അതൊരു പെർഫെക്റ്റ് വാല്യൂവിലേക്ക് എത്തിക്കുന്ന ടോർക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്, ഡാമ്പിംഗ് ടോർക്കാണ് വരുന്നുണ്ടാവുക. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡി കറന്റ് ഡാമ്പിംഗ് ഒക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ഡാമ്പിംഗ് ടോർക്കാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് എ സി ക്വാണ്ടിറ്റീസ് ഓൺലി. എ സി ക്വാണ്ടിറ്റി മാത്രം മെഷർ ചെയ്യാവുന്നത്. മൂവിങ് കോയിൽ പറഞ്ഞു, മൂവിങ് കോയിൽ ആകുമ്പോൾ PMMC ഇൻസ്ട്രുമെന്റ് ഒക്കെ ഡി സിക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് അല്ലേ, എ സിക്ക് ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല. മൂവിങ് അയൺ ആണെങ്കിൽ എ സിക്കും ഡി സിക്കും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോപ്പറായിട്ട് എ സിക്കാണ് യൂസ് ചെയ്യുന്നത്, എന്നാലും എ സിക്കും ഡി സിക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുന്നത്. ഡൈനാമോമീറ്റർ ആണെങ്കിലും അത് നമുക്ക് എ സിക്കും ഡി സിക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ മീറ്ററുകളാണ് നമ്മൾ എ സിക്ക് മാത്രമായിട്ട്, ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്, അത് നമ്മൾ എ സിക്ക് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളാണ് എ സി ക്വാണ്ടിറ്റി മാത്രം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ. ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ സാധാ ട്രാൻസ്ഫോമർ ആണ്. ആ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും, അതാണ് ടു വൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അല്ലേ. നമ്മളെ സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് പറയുന്നത്. അത് നമ്മൾ എന്തായിരുന്നു, സെൽഫ് ഇൻഡക്ഷൻ ആണ് വരിക. അപ്പോൾ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആവുന്നതുകൊണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ, സാധാ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അവിടെ വരുന്നുണ്ടാവുക. നെക്സ്റ്റ്, ഇൻ എ ട്രാൻസ്ഫോമർ വിച്ച് ഫാക്ടേഴ്സ് റിമെയിൻസ് ദ സെയിം വെൻ ട്രാൻസ്ഫോമർ ആക്ഷൻ ടേക്സ് പ്ലേസ്, കറന്റ്, വോൾട്ടേജ്, ഫ്രീക്വൻസി ആൻഡ് ടെമ്പറേച്ചർ. ഏതാണ് സെയിം ആയിട്ട് വരുന്നത് അല്ലേ, കറന്റ്, വോൾട്ടേജ്, ടെമ്പറേച്ചർ മൂന്നിനും ചേഞ്ച് വരുന്നുണ്ടാവും. ഫ്രീക്വൻസി ആണ് അവിടെ സെയിം ആയിട്ട് വരുന്ന കാര്യം അല്ലേ. നമ്മൾ പറയുന്നുണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫ്രീക്വൻസി ആൻഡ് പവറും സെയിം ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതിന്റെ പ്രൈമറി സെക്കൻഡറി എടുത്ത് നോക്കുകയാണെങ്കിൽ കറന്റിനും വോൾട്ടേജിനും ടെമ്പറേച്ചറിലും ഒക്കെ ചേഞ്ച് സംഭവിക്കാം. ഓപ്ഷൻ സി ഫ്രീക്വൻസി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് അബൌട്ട് എ ട്രാൻസ്ഫോമർ. The per turn induced EMF of a primary and secondary are different. The magnitude of induced EMF is directly proportional to the number of turns with the respective winding. And the magnitude of induced EMF is directly proportional to the supply frequency. Transformation ratio of supply step-up transformer is greater than 1. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആ ചോദിച്ചുള്ളൂ അല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ടേൺസ് ആർ ഡിഫറെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫറെന്റ് അല്ല, സെയിം ആയിട്ടാണ്, ഈക്വൽ ആയിട്ടാണ് വരുന്നുണ്ടാവുക. പെർ ടേൺ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടാണ് വരുന്നുണ്ടാവുക കേട്ടോ. നമുക്ക് ആ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മൾ അറിയുന്നതാണ് അല്ലെ, ടെൻസ് റേഷ്യോ ഒക്കെ വെച്ച് നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഫാൾസ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ വിത്ത് റെസ്പെക്റ്റീവ് വൈൻഡിങ് എന്നാണ്. അത് നമുക്കറിയാം, N2/N1 V1/V2 എന്ന് V2/V1 എന്ന് നമ്മൾ എഴുതുന്നതാണ്, അത് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സപ്ലൈ ഫ്രീക്വൻസി. സപ്ലൈ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നുണ്ടാവുക കേട്ടോ. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പിന്നീട് അത് നമ്മൾ സപ്ലൈ ഫ്രീക്വൻസിനാണ് പറഞ്ഞത് അല്ലേ, സപ്ലൈ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ടെന്ന് പറയാം. പിന്നെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇസ് ഗ്രേറ്റർ ദാൻ 1 എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻ ഓർഡർ ടു ഓപ്പറേറ്റ് ആസ് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ഇൻ പാരലൽ വിച്ച് ഫാക്ടേഴ്സ് മസ്റ്റ് ബി സെയിം. പൊളാരിറ്റി, വോൾട്ടേജ് റേഷ്യോ, പെർസെൻറ്റേജ് ഇമ്പിഡൻസ്. അപ്പോൾ എല്ലാം എന്താണ്, നമ്മളെ പാരലൽ ഓപ്പറേഷൻ പ്രകാരം പൊളാരിറ്റി സെയിം ആയിരിക്കണം, വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം, പെർസെൻറ്റേജ് ഇമ്പിഡൻസും സെയിം ആയിരിക്കണം. ആൻസർ ഓൾ ഓഫ് ദ അബോവ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. Next question, transformer oil is filled in the transformer tank for
കൂളിംഗ് ദ വൈൻഡിങ്, ഇൻസുലേറ്റിംഗ് ദ വൈൻഡിങ്, കൂളിംഗ് ആൻഡ് ഇൻസുലേറ്റിംഗ് ദ വൈൻഡിങ്, പ്രിവെന്റിംഗ് മോയ്സ്ചർ എൻട്രി ടു ദ ടാങ്ക്. അപ്പോൾ ട്രാൻസ്ഫോമർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് കൂളിംഗ് പർപ്പസ് ആണ് അല്ലേ, മറ്റൊന്ന് എന്താണ് ഇൻസുലേറ്റിംഗ് പർപ്പസ് ആണ്. അപ്പോൾ രണ്ട് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കൂളിംഗ് ദ വൈൻഡിങ് എന്ന് പറയുന്നത് ആൻസർ ശരിയാണ്, പക്ഷെ കൂളിംഗിന് മാത്രമല്ല ഇൻസുലേറ്റിംഗിനും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂളിംഗ് ആൻഡ് ഇൻസുലേറ്റിംഗ് ദ വൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ മൂന്നാമത്തത് ഇവിടെ ഉണ്ട്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ലാംബ് എഫിഷ്യൻസി ഈസ്. ലാംബ് എഫിഷ്യൻസിയുടെ യൂണിറ്റ് എന്താണ്? ലൂമൻ പെർ വാട്ട് ആണ് അല്ലെ. ലൂമൻ പെർ വാട്ട് ആണ് ലാംബ് എഫിഷ്യൻസിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. യൂണിറ്റ് ഓഫ് ലാംബ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ലൂമൻ പെർ വാട്ട് ആണ് വരുന്നുണ്ടാവും. നെക്സ്റ്റ്, ഇഫ് ദ ഡിസ്ചാർജ് ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ലൈറ്റ് സോഴ്സ് ഈസ് ഡബിൾഡ്, ഇലുമിനേഷൻ ഓഫ് ദ സർഫസ് ബിക്കംസ്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സർഫസ്, ഡിസ്റ്റൻസ് ആണ്, ഡിസ്ചാർജ് അല്ല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ലൈറ്റ് സോഴ്സ് ഈസ് ഡബിൾഡ്. അപ്പോൾ നമ്മൾ ആ ഒരു ലോ പ്രകാരം അല്ലെ, എന്താണ് ലോ പ്രകാരം പറയുന്നത്? ഇലുമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, എന്താ പറയുന്നത്, സോറി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/d² എന്നാണ് പറയുന്നത് അല്ലെ. ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/d² എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എന്താണ്? അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/d² എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് വരുന്നുണ്ടാവും അല്ലെ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു d² ആണ് വരുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? ഡബിൾ ആക്കി വരുത്തുമ്പോൾ നമുക്ക് ഇലുമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ആക്കി കൂട്ടാണ്. അതായത് ലൈറ്റ് സോഴ്സ് ഈസ് ഡബിൾഡ് അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ലൈറ്റ് സോഴ്സ് ഈസ് ഡബിൾഡ്. ഓക്കെ, കൂട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇലുമിനേഷൻ എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുക. കുറയാന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ ഡബിൾ ആക്കുമ്പോൾ 2d ആയിട്ട് അല്ലെ, 2d² വന്നു. 2d² വരുമ്പോൾ എന്ത് ചെയ്യും? 4d² എന്ന് വരും. അപ്പോൾ 4 മടങ്ങായിട്ട് എന്ത് ചെയ്തു? ഡിസ്റ്റൻസിൽ മാറ്റം, 4 മടങ്ങിന്റെ മാറ്റം എന്ത് ചെയ്യും? ഇലുമിനേഷനിൽ സംഭവിക്കും. 4 ആയിട്ട് ഇലുമിനേഷൻ എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് എ ചോക്ക് ഇൻ എ ഫ്ലൂറസെന്റ് ട്യൂബ് അല്ലെ. എന്താണ്? സർജ് വോൾട്ടേജ് ആൻഡ് ലിമിറ്റ് കറണ്ട്. വോൾട്ടേജ്, ഒരു സർജ് വോൾട്ടേജ് കൊടുക്കുക, കറണ്ടിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഹൈ വോൾട്ടേജ് ആൻഡ് ഇൻക്രീസ് കറണ്ട് എന്നുള്ള, ലോ വോൾട്ടേജ് ആൻഡ് ലിമിറ്റ് കറണ്ട്, ലോ വോൾട്ടേജ് ആൻഡ് ഇൻക്രീസ് കറണ്ട്. അപ്പോൾ സർജ് വോൾട്ടേജ് കൂട്ടുക, കറണ്ട് ലിമിറ്റ് ചെയ്യുക, ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ദ മെർക്കുറി വേപ്പർ ലാമ്പ് ഗീവ്സ് റെഡ് ഓറഞ്ച് ഗ്ലോ, ഗ്രീനിഷ് ബ്ലൂ ലൈറ്റ്, യെല്ലോ ലൈറ്റ്, വൈറ്റ് ലൈറ്റ്. ഏതാ വരുന്നുണ്ടാവുക? ഗ്രീനിഷ് ബ്ലൂ ലൈറ്റ് ആണ് വരുന്നത് അല്ലെ. ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? മെർക്കുറി വേപ്പർ ലാമ്പിന്റെ ലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ്, ദ സ്വീപ്പ് ഓഫ് ദ സീലിംഗ് ഫാൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ സ്പീഡ് ഓഫ് ദ ഫാൻ, മൗണ്ടിങ് ഹൈറ്റ് ഓഫ് ഫാൻ, ഡയമീറ്റർ ഓഫ് ദ ഫാൻ ഫോംഡ് ബൈ ദ ബ്ലേഡ് ടിപ്പ് ഓഫ് ഫാൻ ആൻഡ് ഓൾ ഓഫ് ദീസ്. ഇതിലെ ആൻസർ സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സീലിംഗ് ഫാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ടിപ്പ് മുതൽ അല്ലെ, ഒരു ഭാഗം മുതൽ, ആ ബ്ലേഡിന്റെ ഒരു ഭാഗം മുതൽ അടുത്ത ബ്ലേഡിന്റെ ലാസ്റ്റ് എൻഡ് വരെയുള്ള ഭാഗത്തെയാണ്, അതായത് അതിന്റെ ഡയമീറ്റർ, സെൻട്രലിലൂടെ പോകുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്വീപ്പ് എന്ന് പറയുന്നത്. ഡയമീറ്റർ ഓഫ് സർക്കിൾ ഫോംഡ് ബൈ ദ ബ്ലേഡ് ടിപ്പ് ഓഫ് ദ ഫാൻ. ആ ബ്ലേഡ് ടിപ്പ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സർക്കിളിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വീപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നീ വോൾട്ടേജ് ഓഫ് സിലിക്കൺ ഡയോഡ് ഈസ്. നീ വോൾട്ടേജ് ഓഫ് സിലിക്കൺ ഡയോഡ് എത്രയാണ്? 0.7 വോൾട്ടേജ് ആണ് സിലിക്കൺ ഡയോഡിന്റെ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഡോപ്പിംഗ് എലമെന്റ് ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഡോപ്പിംഗ് എലമെന്റ് ഏതാ വരുന്നുണ്ടാവുക? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് അല്ലെ. അപ്പോൾ ഏതാണ്? ആന്റിമണി ആണ് വരുന്നത്. അലുമിനിയം, ഗാലിയം, ഇൻഡിയം എന്നൊക്കെ പറയുന്നത് ഏതാണ്? പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഡോപ്പിംഗ് ഏജന്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ എൻ ടൈപ്പ് ആകുമ്പോൾ എത്രയാണ്? നമുക്ക് സാധാരണ ഒരു പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് അല്ലെ. പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആന്റിമണി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ റിപ്പിൾ ഫാക്ടർ ഓഫ് എ സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ്. റിപ്പിൾ ഫാക്ടർ, സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് അല്ലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 0.482 ആയിരിക്കും വരുന്നുണ്ടാവും. നെക്സ്റ്റ്, ദ എമിറ്റർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഹെവിലി ഡോപ്ഡ് ആണ് അല്ലെ. മോഡറേറ്റ്ലി, ലൈറ്റ്ലി ആൻഡ് നൺ ഓഫ് ദീസ് ആണ് ഹെവിലി ഡോപ്ഡ് ആണ് വരിക. ഏരിയ നോക്കുകയാണ്, ഇപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണ്, ബേസ് എന്താണ്? ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, ആൻഡ് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ് എന്ത് ചെയ്യുന്നത്? കളക്ടർ വരുന്നത്. ദെൻ നമുക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ ഹൈ ഏരിയ ഉണ്ടാവുന്നത്, ഹെവി ഏരിയ ഉണ്ടാവുന്നതിനാണ് കളക്ടറിനാണ് ഉണ്ടാവുക. മോഡറേറ്റ്ലി ഏരിയ ഉണ്ടാവുന്ന എമിറ്ററിനും ലൈറ്റ്ലി ഏരിയ ഉണ്ടാവുന്നത് ബേസിനുമാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഹെവിലി എന്നാണ് എന്താണ് എമിറ്ററിന്റെ കൺസെപ്റ്റിൽ വരിക. നെക്സ്റ്റ്, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ, ദ കറന്റ് ഇൻ ഈച്ച് ഡയോഡ് ഫോർ ദ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ, ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ, മോർ ദാൻ ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ, നൺ ഓഫ് ദീസ്. അപ്പോൾ എന്താണ്? ഒരു ഡയോഡിലൂടെ തന്നെ പോകുന്നുണ്ടാവുക? ഒരു ഹാഫ് സൈക്കിൾ ആണ് പോകുന്നുണ്ടാവുക അല്ലെ. ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സൈക്കിൾ ആണ് പോകുന്നുണ്ടാവുക ഒരു ഡയോഡിലൂടെ. ഒരു ഈച്ച് ഡയോഡിലൂടെ നമ്മൾ ഫ്ലോ ചെയ്യുന്നത് ഒരു ഹാഫ് സൈക്കിൾ മാത്രമായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 80 ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
ഐഡന്റിഫൈ ദ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഫ്രം ദ ഫോളോയിങ്: സോളാർ, നാച്ചുറൽ ഗ്യാസ്, ജിയോ തെർമൽ ആൻഡ് ഹൈഡ്രോ. ഏതാ വരുന്നുണ്ടാവുക? നാച്ചുറൽ ഗ്യാസ് ആണ് ഇതിലെ നോൺ റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. സോളാർ, ജിയോ തെർമൽ ആണെങ്കിലും ഹൈഡ്രോ ഒക്കെ ആണെങ്കിലും റിന്യൂവബിൾ സോഴ്സ് ആണ്. നാച്ചുറൽ ഗ്യാസ് ആണ് നോൺ റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സോളാർ സെൽസ് ആർ മേഡപ്പ് ഓഫ് അലുമിനിയം, ജർമേനിയം, സിലിക്കൺ ആൻഡ് കാഡ്മിയം. അപ്പോൾ സോളാർ സെൽസ് എന്ന് പറയുമ്പോൾ സാധാരണ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. സെമി കണ്ടക്ടർ ആണ് അവിടെ, പി എൻ ജംഗ്ഷൻ ആണ് അവിടെ വരുന്നുണ്ടാവുക. ഒരു സിലിക്കൺ നിർമ്മിത പി എൻ ജംഗ്ഷൻ ആണ് അവിടെ ഉണ്ടാവുക അല്ലെ. അപ്പോൾ സിലിക്കൺ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂവൽ സെൽസ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ ആർ. ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത് ഏതാണ്? യുറാനിയം 235 ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദ പവർ ജനറേഷൻ ഇൻ എ വിൻഡ് മിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ വിൻഡ് വെലോസിറ്റി, ഹൈറ്റ് ഓഫ് ടവർ, തിക്നെസ് ഓഫ് ബ്ലേഡ്, ഷേപ്പ് ഓഫ് ബ്ലേഡ് അല്ലെ. ഇപ്പൊ എന്താണ്? കാറ്റിന്റെ വേഗത എല്ലാം ഉണ്ടാവും. അപ്പൊ വിൻഡ് വെലോസിറ്റി ആണ് വരുന്നത് അല്ലെ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾ ഓഫ് സോളാർ സെൽസ് വർക്ക് ഓൺ ഒപ്റ്റോ കപ്ലിംഗ്, ഐസൊലേഷൻ, ഫോട്ടോവോൾട്ടൈക് ആൻഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ലെ. അപ്പൊ ഏതാണ്? ഫോട്ടോവോൾട്ടൈക് എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് അതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദി യൂസ് ഓഫ് എക്കണോമൈസർ ഇൻ എ തെർമൽ പവർ പ്ലാന്റ് അല്ലെ. ഈ എക്കണോമൈസർ, ഒരു തെർമൽ പവർ പ്ലാന്റിലേക്ക് എക്കണോമൈസറിന്റെ യൂസ് അല്ലെ. ഹീറ്റ് അപ്പ് ഫീഡ് വാട്ടർ, ഹീറ്റ് അപ്പ് ദ ഫ്യൂവൽ, കൂൾ ദ പൾവറൈസ്ഡ് ഫ്യൂവൽ ആൻഡ് ഹീറ്റ് അപ്പ് ദ ഇൻകമിംഗ് എയർ. അപ്പൊ ശരിക്കും നമ്മളെ എക്കണോമൈസർ എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താണ്? നമ്മളെ ഈ ആ ഒരു ബോയിലറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗ്യാസിനെ, ഫ്ലൂ ഗ്യാസസിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ആ ഒരു പവർ പ്ലാന്റിന്റെ, തെർമൽ പവർ പ്ലാന്റിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്ന സാധനങ്ങളാണ് എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ, എയർ പ്രീ ഹീറ്റർ, സൂപ്പർ ഹീറ്റർ തുടങ്ങിയ സാധനങ്ങളൊക്കെ അല്ലെ. അപ്പൊ അതിൽ നമ്മൾ എക്കണോമൈസർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ഫീഡ് വാട്ടറിന് കേട്ടോ. ഫീഡ് വാട്ടറിനെ എന്ത് ചെയ്യാണ്? ഹീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ബോയിലറിലേക്ക് കൊടുക്കുന്ന ഒരു സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വാട്ടറിന് എന്ത് ചെയ്യും? ഒന്ന് ഹീറ്റപ്പ് ചെയ്തിട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നുണ്ടാവുക? അവിടെ ബോയിലറിന് പിന്നെ ഹീറ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് കൊടുത്താൽ മതിയും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് സ്റ്റീമായിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനൊന്ന് ഓൾറെഡി ഹീറ്റപ്പ് ചെയ്തേക്ക് അതിൽ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയൊരു ഇത് എന്ത് ചെയ്യും? അവിടെ എഫിഷ്യൻസി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ എക്കണോമൈസർ യൂസ് ചെയ്യുന്നത്. പിന്നെ എയർ പ്രീ ഹീറ്റർ ഉണ്ട്, സൂപ്പർ ഹീറ്റർ വരുന്നുണ്ട്. അപ്പോൾ എയർ പ്രീ ഹീറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണ കൊടുക്കുന്ന ആ ഒരു എയറിനെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്നത് അവിടെ നമ്മൾ പോകുന്ന ആ ഒരു സ്റ്റീമിനെ ഒന്നും കൂടി ഹീറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ദ സർജ് ടാങ്ക് ഈസ് യൂസ്ഡ് ടു സപ്ലൈ വാട്ടർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, റിലീവ് വാട്ടർ ഹാമർ പ്രഷർ ഇൻ എ പെൻസ്റ്റോക്ക് പൈപ്പ്, പ്രൊഡ്യൂസ് സർജ് ഇൻ ദ പൈപ്പ് ലൈന്, നൺ ഓഫ് ദീസ്. അപ്പോൾ എന്താണ് വരുന്നുണ്ടാവുക? വാട്ടർ ഹാമർ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. റിലീവ് വാട്ടർ ഹാമർ പ്രഷർ ഇൻ എ പെൻസ്റ്റോക്ക് പൈപ്പ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് എഫിഷ്യൻസി ഓഫ് എ ടിപ്പിക്കൽ പവർ സ്റ്റേഷൻ? 26 to തെർമൽ പവർ സ്റ്റേഷൻ ആണ്. 26 to 36, 45 to 55, 55 to 65 and 65 to 75. നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ള 29 എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. 29 എന്ന് പഠിക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ടാവും? 26 to 36% ആയിരിക്കും വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് ആൻഡ് ടൈം ഈസ് നോൺ ആസ് ലോഡ് കർവ്, മോണോഗ്രാഫ്, ഹെക്ടർ ഗ്രാഫ്, ഹൈഡ്രോഗ്രാഫ്. ഏതാ വരുന്നുണ്ടാവുക? ഹൈഡ്രോഗ്രാഫ് ആണ് അല്ലേ. നമ്മളെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് ടൈം, ഡിസ്ചാർജും ടൈമും തമ്മിലുള്ള ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോഗ്രാഫ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് അല്ലേ. നെക്സ്റ്റ്, ദ ഹൈ ഫ്ലോ ഹെഡ് ലോ ഡിസ്ചാർജ് ഹൈഡൽ പവർ പ്ലാന്റ് ദ വാട്ടർ ടർബൈൻ ഈസ് യൂസ്ഡ് ടു പെൽട്ടൺ വീല്, ഫ്രാൻസിസ് ടർബൈൻ, പ്രൊപ്പല്ലർ ടർബൈൻ ആൻഡ് കപ്ലാൻ ടർബൈൻ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? നമ്മളെ ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് ആണ് അല്ലേ. ഹൈ ഹെഡ് ലോ ഡിസ്ചാർജിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പെൽട്ടൺ വീൽ ടർബൈൻസ് ആണ് അല്ലേ. പെൽട്ടൺ വീൽ ടർബൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോപ്പർ ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. കോപ്പർ ലോസ് റെഡ്യൂസ് ചെയ്യണം. ഈ കോപ്പർ ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്? I²R ലോസ് ആണ് അല്ലെ. I²*R ആണ് വരുന്ന ലോസ് ആണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോപ്പർ ലോസ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യുക? ചേഞ്ചിങ് ദ കോർ മെറ്റീരിയൽ, ലാമിനേറ്റിംഗ് ദ കോർ, റെഡ്യൂസിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വൈൻഡിങ്, ഓൾ ഓഫ് ദം. ഈ ചേഞ്ചിങ് ദ കോർ മെറ്റീരിയൽ എന്ന് പറയുന്നത്, കോർ മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ലോസ് ഹിസ്റ്ററിസിസ് ലോസ് ആണ് കേട്ടോ. ഹിസ്റ്ററിസിസ് ലോസ് ആണ് എന്ത് ചെയ്യുക? ഈ കോർ മെറ്റീരിയലിൽ ചേഞ്ച് വരുത്തുന്ന സമയത്ത് വരുന്നുണ്ടാവുക. അതിൻ്റെ ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെഡ്യൂസ് ചെയ്യുന്നത് എഡി കറന്റ് ലോസ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. എഡി കറന്റ് ലോസിലാണ് മാറ്റം വരുന്നത്. ആൻഡ് റെഡ്യൂസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വൈൻഡിങ്. ഇപ്പോൾ ആണോ R റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? കറന്റ് പേരാൻ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. R റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ കോപ്പർ ലോസ് കുറയ്ക്കാം അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഗേ വയർ ഈസ് എംപ്ലോയിഡ് ഫോർ പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ചാർജസ്, സപ്പോർട്ടിംഗ് ദ പോൾ ആൻഡ് പ്രൊവൈഡിങ് എമർജൻസി എർത്ത് റൂട്ട്,
നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്ക് എവർ എന്ന് പറയുന്നത് സാധാരണ നമ്മളെ സ്റ്റേ വയർ തന്നെയാണ് കേട്ടോ, സ്റ്റേ വയർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് സ്റ്റേ വയർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പോളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതിനും ആൻസർ എന്താണ്? സപ്പോർട്ടിങ് ദ പോളാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ദ ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് എത്രയാണ് വരുന്നുണ്ടാവുക? 765 കിലോ വോൾട്ടേജ് ആണ് വരുന്നത് അല്ലേ. 765 കിലോ വോൾട്ടേജ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ദ ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് അപ് ടു, ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് അപ് ടു 50 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 120 കിലോമീറ്റർ ആൻഡ് 200 കിലോമീറ്റർ. അപ്പോൾ ഇതിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ അപ് ടു വരുന്നത് എത്ര കിലോമീറ്റർ ആണ്? 80 കിലോമീറ്റർ വരെയാണ് ശരിക്കും നമുക്ക് വരുന്നത് അല്ലേ. 80 കിലോമീറ്റർ വരെയാണ് വരുന്നത്. അപ്പോൾ PSC ആൻസർ കെ പ്രകാരം വന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം 80 കിലോമീറ്റർ അല്ലെങ്കിൽ 20 kV ആണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനായിട്ട് നമ്മൾ പറയുന്നത് 20 kV അല്ലെങ്കിൽ 80 കിലോമീറ്റർ ആണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ PSC ആൻസർ കെ പ്രകാരം നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് 50 കിലോമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 50 ഇപ്പോൾ 60 കിലോമീറ്റർ നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ശരിക്ക് ഒന്നെങ്കിൽ 100 കിലോമീറ്റർ എന്ന് അവിടെ വരായിരുന്നു. കാരണം നമ്മൾ 80 കിലോമീറ്റർ വരെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആൻസർ ആയത് ചെറിയൊരു മിസ്റ്റേക്ക് അവിടെയും വരുന്നുണ്ട്. 50 കിലോമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും നമുക്കത് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ അതിനകത്ത് ഇല്ല. 80 കിലോമീറ്റർ ആണ് നമ്മളെ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈന് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ഇതാക്കാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് പറയാവുന്നതാണ്. 50 കിലോമീറ്റർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് ആൻസർ കീഴിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഇഫ് ദ ലെങ്ത് ഓഫ് എ സിംഗിൾ കോർ അണ്ടർഗ്രൗണ്ട് കേബിൾ ഈസ് ഡബിൾഡ്, ഇറ്റ്സ് കപ്പാസിറ്റൻസ് ബിക്കം ഡബിൾഡ്, ഹാഫ്ഡ്, ക്വാർട്ടർബിൾഡ് ആൻഡ് നോ ചേഞ്ച്. ആൻസർ ഏതാ വരുന്നുണ്ടാവുക? ആൻസർ ഡബിൾഡ് ആണ് വരുന്നത് അല്ലേ. ആൻസർ നമ്മൾ സിംഗിൾ കോർ അണ്ടർഗ്രൗണ്ട് കേബിൾസിന്റെ കപ്പാസിറ്റൻസ് എന്താണ്? ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നവരും ഡബിൾ ചെയ്യാണ് ചെയ്യുക. നെക്സ്റ്റ്, സ്കിൻ എഫക്ട് ഇൻ AC ട്രാൻസ്മിഷൻ സിസ്റ്റം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ്: നാച്ചർ ഓഫ് മെറ്റീരിയൽ, ഡയമീറ്റർ ഓഫ് വയർ, ഫ്രീക്വൻസി, ഷേപ്പ് ഓഫ് വയർ. എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വയറിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാക്ക് ടു ബാക്ക് DC ലിങ്ക് ഈസ് യൂസ്ഡ് ടു കണക്ട് ലോങ് ഡിസ്റ്റൻസ് DC ട്രാൻസ്മിഷൻ ലൈൻ, ട്രാൻസ്മിറ്റ് ലാർജ് ബ്ലോക്ക് ഓഫ് റിലാക്റ്റീവ്ലി ചീപ്പ് ആൻഡ് പവർ ഫ്രം റിമോട്ട് സോഴ്സ്, കപ്പിൾ ടു AC സിസ്റ്റം അറ്റ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്, നൺ ഓഫ് ദീസ്. ഇപ്പോൾ ഇവിടെ രണ്ട് AC സിസ്റ്റം, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയുള്ള രണ്ട് AC സിസ്റ്റത്തിനെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ക് ടു ബാക്ക് DC ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ദ DC റിംഗ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ബിക്കോസ് ഓഫ് ഗുഡ് വോൾട്ടേജ് റെഗുലേഷൻ, മോർ റിലയബിൾ ദാൻ അതേഴ്സ്, ബോത്ത് A and B ആൻഡ് നൺ ഓഫ് ദീസ് അല്ലേ. ഇപ്പോൾ ഏതാ ആൻസർ? DC റിംഗ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ബോത്ത് A and B ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂട്രൽ കറന്റ് ഓഫ് എ ബാലൻസ്ഡ് 3-phase 4-wire സിസ്റ്റം അല്ലേ. 4-wire സിസ്റ്റത്തിൽ ന്യൂട്രൽ കറന്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് ന്യൂട്രലിലൂടെ കറന്റ് ഒന്നും ഫ്ലോ ചെയ്യുന്നുണ്ടാവില്ല. 0 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് DC ട്രാൻസ്മിഷൻ ലൈൻ? ലോ കൊറോണ ലോസ് ആൻഡ് റേഡിയോ ഇന്റർഫറൻസ്, ഗ്രേറ്റർ റിലയബിലിറ്റി, റിക്വയർ ഹൈ റിയാക്റ്റീവ് പവർ ടു ട്രാൻസ്മിറ്റ് ഓവർ DC ലൈൻ. നമുക്ക് DC നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അല്ലേ. ലോ കൊറോണ ലോസ് ആൻഡ് റേഡിയോ ഇത് പറഞ്ഞിട്ടുണ്ട്, ഗ്രേറ്റർ റിലയബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. രണ്ടും നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നതാണ്. റിക്വയർ ഹൈ റിയാക്റ്റീവ് പവർ ട്രാൻസ്മിറ്റ് ടു DC ലൈൻ, റിയാക്റ്റീവ് കോമ്പൗണ്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ആൻസർ സി ആണ് വരുന്നുണ്ടാവുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ എക്സാം ആയിരുന്നു. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീഴിൽ ചെറിയ കുറച്ച് ഇത് വരുന്നുണ്ട്, കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതായിട്ട് വരുന്നുണ്ടായിരിക്കും. നമ്മൾ ഫൈനൽ ആൻസർ കീ വന്നിട്ട് നമുക്ക് നോക്കാം. ഓരോന്ന് നമുക്കൊരു സിമ്പിൾ എക്സാം ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ എക്സാം ആവുന്നതുകൊണ്ട് തന്നെ കട്ട് ഓഫിലും കാര്യത്തിലും നമുക്ക് കുറച്ച് ഹയർ ആയിട്ടുള്ളൊരു കട്ട് ഓഫ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ പഴയ എല്ലാ എക്സാമുകൾക്കും ഇതുപോലെയാണ് നമ്മുടെ ലൈൻമാൻ എക്സാം അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എക്സാം, നമ്മുടെ ട്രേഡ്സ്മാൻ എക്സാമുകളൊക്കെ സാധാരണ രീതിയിൽ ഇതുപോലെയാണ് വരാറുള്ളത്. പക്ഷേ നമുക്കൊരു ഹ്യൂജ് വേക്കൻസി ഇവിടെ രണ്ടെണ്ണത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോലീസ് കോൺസ്റ്റബിൾ, ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിലും ട്രേഡ്സ്മാൻ ആണെന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ നോക്കുന്നതിനേക്കാൾ കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള വേക്കൻസി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കട്ട് ഓഫിൽ ചെറിയൊരു കുറവും വരാം. സാധാരണ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ കഴിഞ്ഞ വർഷം നടന്ന ട്രേഡ്സ്മാൻ എക്സാമിൻ്റെ ഒരു കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത് 77 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ, ട്രേഡ്സ്മാൻ എക്സാമിൻ്റെ. അപ്പോൾ നമുക്ക് അതൊരു 70 to 75 എന്നുള്ളൊരു എക്സാം ലെവലിലൊക്കെ ഒരു കട്ട് ഓഫ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 70 to 75 എന്ന് പറയുന്ന ലെവലിൽ വേക്കൻസി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ എക്സാമിൻ്റെ ഒരു പാറ്റേണും ഒരു ഏകദേശം ഒരു 13,000ഓളം ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തതൊക്കെ വെച്ച് നമുക്കൊരു 70 to 75
ഉള്ളിൽ കട്ട് ഓഫ് വരാമെന്ന് പ്രതീക്ഷിക്കാം. അത് ജസ്റ്റ് നമ്മൾ പറയുന്നത് മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിൽ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ അതിൽ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫിൽ ഇനിയും മാറ്റം സംഭവിക്കും കേട്ടോ. നമുക്കിപ്പോൾ അത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ഇതാക്കാൻ പറ്റില്ല. കാരണം നമുക്കതിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാണ് PSC ചേഞ്ച് വരുത്തുന്നു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമുക്ക് അവിടെ വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 70 to 75 എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഇപ്പോൾ നമുക്കത് എടുക്കാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമുക്ക് അതിന് തന്നെ നമുക്ക് എത്ര പേര് എഴുതിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള കട്ട് ഓഫ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നീട് നമുക്കുള്ളത് പോലീസ് കോൺസ്റ്റബിളൊക്കെ ആണെങ്കിൽ ഇതിലും കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അത് നമുക്ക് നോർമലി നമുക്ക് എന്ത് ചെയ്യാണ് മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും കുറഞ്ഞിട്ടുള്ള കട്ട് ഓഫ് വേണ്ടി ഇടാൻ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ലിസ്റ്റ് ആയിരിക്കും പോലീസ് കോൺസ്റ്റബിളിലൊക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ അതൊരു 65 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം കട്ട് ഓഫ് വരാം എന്നുള്ളൊരു കൺസെപ്റ്റ് എന്നുള്ളൊരു ഇതിലാണ്. ഒരു 65-70 ഒരു കട്ട് ഓഫ് പോലീസ് കോൺസ്റ്റബിൾ വരാം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എത്രത്തോളം ഇനി അവർ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യനിൽ മാറ്റം വരുന്നുണ്ട്, ഇപ്പോൾ ഈ പ്രൊവിഷൻ ആൻസർ കീ പ്രകാരം ഫൈനൽ ആൻസർ കീയിലേക്ക് വരുമ്പോൾ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. ഒരു നമുക്കത് ആ ഒരു കൺസെപ്റ്റിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ വരുന്നുണ്ട്. അവർ 7000 ഒക്കെ ആയിരുന്നു കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളതെന്നാണെങ്കിൽ ഒരു ഈ പോലീസ് കോൺസ്റ്റബിളിൻ്റെ കേസിലൊക്കെ വരുന്നുണ്ടോ. മറ്റുള്ളതൊക്കെ പക്ഷേ വളരെ ലോ വേക്കൻസിയാണ്, 1-2 വേക്കൻസീസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 75 എബോ എങ്ങനെയായാലും കട്ട് ഓഫ് അതിനൊക്കെ വരുന്നുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളെ 80 കഴിഞ്ഞ വർഷം നടന്നാൽ ഈ ഒരു എക്സാമിനൊക്കെ 80 ഒക്കെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. 80 സംതിങ് ഒക്കെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. 82, 83 ഒക്കെ കട്ട് ഓഫ് വന്ന എക്സാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന് മാറ്റുന്നുണ്ട് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫിൻ്റെ ഒന്നും കൂടി ഫൈനലായിട്ടുള്ള കട്ട് ഓഫ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഓരോ നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആയിരുന്നു. ഇതായിട്ട് സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ആണ് വന്നിട്ടുണ്ടായിരുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്തവർക്കൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.